നമസ്കാരം. ഷെക്കേന ഇൻസൈറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് പ്രത്യേകമായി ഷെക്കേന ചർച്ചയ്ക്കെടുക്കുന്ന വിഷയം തീരദേശ മേഖലയുടെ പ്രശ്നങ്ങളാണ്. തീരദേശ മേഖലയുടെ പ്രശ്നങ്ങളിൽ ഷെക്കേനയുടെ നിലപാട് തീരദേശത്തെ നിലവിളിക്കുന്ന ജനതയോടൊപ്പമാണ്. എന്നാൽ ആ നിലവിളി കൃത്യമായി ആരിലും എത്തുന്നില്ല എന്ന സങ്കടമാണ് ഷെക്കേനയ്ക്കും പങ്കുവെക്കാനുള്ളത്. ഇത് കൃത്യമായി ഒരു ഉത്തരം തേടലാണ്. എന്താണ് തീരദേശ ജനതയെ അവഗണിക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നത് എന്നതിനുള്ള ആ ചോദ്യത്തിനുള്ള മറുപടി തേടലാണ്. എങ്ങനെയാണ് അതിനൊരു പരിഹാരം എന്ന ഉത്തരം തേടലും കൂടിയാണ് ഷെക്കേന ഇന്നത്തെ ഈ ചർച്ചയിലൂടെ ഉദ്ദേശിക്കുന്നത്. അതിഥികൾ തയ്യാറാണ്. നമുക്ക് അതിഥികളിലേക്ക് പോകാം. കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി വേദി നേതാവ് ചാൾസ് ജോർജ്, ഒപ്പം തന്നെ AITUCയുടെ ജില്ലാ സെക്രട്ടറി, തൃശൂർ ജില്ലാ സെക്രട്ടറിയായ KG ശിവാനന്ദൻ, കോൺഗ്രസ് നേതാവ് മുൻ മേയർ കൂടിയായ ടോണി ചമ്മണി, ഒപ്പം തന്നെ KRLCBC മീഡിയ കമ്മീഷൻ അംഗമായ ക്ലിന്റൺ ഡാമിയൻ എന്നിവരാണ് അതിഥികളായി സ്റ്റുഡിയോയിലും ടെലിഫോണിലുമായി നമ്മോടൊപ്പം ചേരുന്നത്. നമുക്ക് ചർച്ചകളിലേക്ക് നീങ്ങുമ്പോൾ ശ്രീ ചാൾസ് ജോർജ്, ഏതാണ്ട് സുനാമിയുടെ ഒരു കാലഘട്ടം തൊട്ട് ഉള്ള ഒരു പ്രശ്നം, ആളുകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം, അതാണ് നമുക്ക് മുമ്പിൽ ഏറ്റവും പുതിയതായി ഉള്ളത്. സുനാമിക്ക് ശേഷം വലിയ വാഗ്ദാനങ്ങൾ ഉണ്ടായി, സുനാമി പുനരധിവാസം അടക്കമുള്ള പല പല കാര്യങ്ങൾ. പക്ഷേ പുനരധിവാസത്തിലേക്ക് ആളുകളെ കൊണ്ടുപോയി താമസിപ്പിച്ചത് അവരുടെ ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്തേക്കുള്ള ഒരു സ്ഥലത്തേക്ക് അവരെ കൊണ്ട് മാറ്റിപ്പാർപ്പിക്കുന്നു. ഇതൊക്കെയാണ് തീരദേശ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സുനാമിയിൽ നൽകിയ വാഗ്ദാനം സർക്കാരുകൾ മാറി മാറി വന്നു. ഏതെങ്കിലും സർക്കാർ പൂർണ്ണമായി ആ ഒരു കാര്യത്തിൽ, ആ വാഗ്ദാനം പാലിക്കുന്ന കാര്യത്തിൽ ഏതാണ്ട് പൂർണ്ണതയിലെത്തിയെന്ന് പറയാൻ കഴിയുമോ? സുനാമി കഴിഞ്ഞിട്ട് 15 വർഷമായി. അതിനുശേഷം ഓഖി വന്നു, വായു വരണു, ഗജ വരണു, തുടർച്ചയായിട്ടുള്ള കടലാക്രമണങ്ങളുടെ ഒരു പരമ്പരയാണ്. കടലാക്രമണം എന്നൊരു വാക്ക് തന്നെ തെറ്റാണ്. കരയിൽ നിന്നുള്ള ആക്രമണത്തെ തുടർന്ന് കടൽ കയറുകയാണ്. മത്സ്യത്തൊഴിലാളികൾ എന്ന് പറയുന്നത് രണ്ട് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഭയാർത്ഥികളാണ്. ഒന്ന് പരിസ്ഥിതി അഭയാർത്ഥികളായി മാറിക്കഴിഞ്ഞിരിക്കും സ്വന്തം ദേശത്ത്. രണ്ട് നിർമ്മിതിയുമായി ബന്ധപ്പെട്ട് വികസനത്തിൻ്റെ അഭയാർത്ഥികളാണ്. ഇത് രണ്ടും സംഗമിക്കുന്നൊരു സാഹചര്യത്തിൽ നമ്മൾ നിൽക്കുന്നത്. കേരളത്തിൽ വിഴിഞ്ഞമാകട്ടെ, പുതുവൈപ്പാകട്ടെ, ആലപ്പാടാകട്ടെ, ഇതൊക്കെ മനുഷ്യനിർമ്മിതമായ അഹങ്കാരത്തിൻ്റെയും രുചിരേഖീയമായ വികസന സമീപനങ്ങളുടെയും പ്രത്യാഘാതമെന്ന നിലയിൽ മത്സ്യത്തൊഴിലാളികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ കടലാക്രമണത്തിൻ്റെ അല്ലെങ്കിൽ കടലേറ്റത്തിൻ്റെ ചരിത്രം കൊച്ചിയിൽ നിന്നാണ് തുടങ്ങുന്നത്. 1341 ഇന്ത്യയിലെ കേരളത്തിലെ ഏറ്റവും വലിയ പ്രളയം ഉണ്ടായതെന്നാണ് ചരിത്രരേഖ പറയുന്നത്. ആ ഡെല്യൂജിൽ ഇന്ന് കാണുന്ന കൊച്ചിയൊക്കെ പഴയ രൂപത്തിലായിരുന്നില്ല. ഈ വൈപ്പിൻ്റെ പരിസരത്ത് 12 ദ്വീപുകൾ വന്നു. പുഴ കടലിലേക്ക് ഗതി മാറി ഒഴുകിയാണ് കൊച്ചഴി ഉണ്ടായത്. അതാണ് കൊച്ചി ഇന്നത്തെ. മുസിരീസ് അടഞ്ഞുപോയി. അതിനുശേഷം തുടർച്ചയായിട്ട് കൊച്ചഴിയുടെ തെക്ക് ഭാഗത്ത് കടലാക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. 1919 മനുഷ്യനിർമ്മിതമായ പ്രവർത്തനം ആരംഭിക്കുന്നത്, പ്രത്യേകിച്ച് കൊച്ചി തുറമുഖത്തിൻ്റെ രൂപകൽപ്പനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് റോബർട്ട് ബ്രിസ്റ്റോയും അന്നത്തെ കൊച്ചി രാജ്യത്തെ ചീഫ് എഞ്ചിനീയർ ആയിരുന്ന ബ്രൗണിങ് തമ്മിൽ വലിയൊരു സംവാദം നടന്നു. കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ആദ്യത്തെ സംവാദം അതാണ്. ബ്രൗണിങ് പറഞ്ഞു, മിസ്റ്റർ ബ്രിസ്റ്റോ, നിങ്ങൾ ഈ രൂപത്തിൽ കൊച്ചി തുറമുഖം ഉണ്ടാക്കിയാൽ ഒരു കുഴപ്പമുണ്ടാകും. കൊച്ചിയുടെ തെക്ക് ഭാഗത്ത് അതിരേണ കടലെടുത്ത് പോകും. അതുകൊണ്ട് കടലാക്രമണ പ്രതിരോധ നടപടികൾ ഇപ്പോഴേ ആരംഭിക്കണം. അദ്ദേഹം 3 നിർദ്ദേശം 1921 തന്നെ വെച്ചു. ഒന്ന്, കടലിൻ്റെ ഈ തിരകളുടെ സമ്മർദ്ദം കുറയ്ക്കാനായി മരക്കുറ്റികൾ അടിക്കുക. 2, ഇരുമ്പ് ചെയിൻ ഉപയോഗിക്കുക. 3, ടെട്രാപോഡ് ഉപയോഗിക്കുക. ഇതൊന്നും ചെയ്തില്ല, വലിയ ചിലവ് വരുന്ന കാര്യമാണ്. അതിനുശേഷം 1930-കളായപ്പോഴേക്കും അതിരൂക്ഷമായ കടലാക്രമണം ഉണ്ടായി ചെല്ലാനം വരെയുള്ള പ്രദേശത്ത് ജനങ്ങൾ അലമറയിട്ട് ഓടിപ്പോയി. അവർ 1,00,000 പേർ ഒപ്പിട്ട് അന്നത്തെ ഡിക്സൺ റെസിഡൻറ്റിന് കത്തെഴുതി. അതിനുശേഷമാണ് 1930-കളിൽ കൊച്ചിയുടെ തെക്ക് ഭാഗത്ത് ഇടാൻ തുടങ്ങിയ കല്ല് ഇപ്പോഴും ഇട്ട് തീർന്നിട്ടില്ല. അതിനാണ് കല്ലിടൽ എന്ന് പറയുന്നൊരു വാക്ക് അങ്ങനെ വന്നത്. കടലിൽ കല്ലിടുക, അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോഴും ആക്രമണം കൂടുകയാണ്. 2011 പ്രത്യേകിച്ച് പുതിയ വല്ലാർപാടം പദ്ധതിക്ക് ശേഷം ഈ തീരത്തിൻ്റെ ഇവിടെ ആഴം കൂട്ടി ചാലിൻ്റെ 15 മീറ്റർ 16 മീറ്റർ ഇപ്പോഴുണ്ടാകുന്ന കടലേറ്റത്തിൻ്റെ പ്രത്യാഘാതമായി അതും സമീപകാലത്തെ ചെല്ലാന ഹാർബർ നിർമ്മാണവും അടക്കം നമ്മൾ പരിശോധിക്കാം. ശ്രീ ചാൾസ്, ആ ഒരു വിഷയത്തിലേക്ക് നമുക്ക് വരാം. നമ്മളിപ്പോൾ ആദ്യം ശ്രദ്ധ ഈ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സുനാമി
അതിനെ തുടർന്ന് പ്രഖ്യാപിച്ച സുനാമി പുനരധിവാസം, ഇതൊക്കെ തന്നെ ഏതൊക്കെയോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരിരുന്ന ഒരു പുനരധിവാസ പദ്ധതിയെക്കുറിച്ച് തയ്യാറാക്കിയ പദ്ധതി അവതരിപ്പിക്കുന്നു. അതിന്റെ പ്രയോജനം മത്സ്യത്തൊഴിലാളികൾക്ക് കൃത്യമായി ലഭിക്കുന്നുണ്ടോ എന്ന് രാഷ്ട്രീയക്കാർ പോലും അന്വേഷിക്കുന്നില്ല. അന്നത്തെ സുനാമിക്ക് ശേഷം പ്രഖ്യാപിച്ച പുനരധിവാസ പദ്ധതി പ്രയോജനപ്രദമായിരുന്നു? അത് എത്രത്തോളം ആളുകൾക്ക് കൃത്യമായി ഉപയോഗപ്പെടാൻ പറ്റി? അത് ശരിയായ ഒരു പദ്ധതി തന്നെയായിരുന്നു? ചാൾസ് ജോർജ്. ഈ മത്സ്യമേഖല എന്ന് പറഞ്ഞൊരു പാഞ്ചാലിയാണ്. കടപ്പുറം അത് തന്നെയാണ്. 5 ഭർത്താക്കന്മാർ ഒരു സമയത്ത് അനുഭവിക്കുന്നത്. കേരളത്തിൽ സുനാമിക്ക് വന്ന ഫണ്ട്, ടൂറിസം, അതുപോലെ റവന്യൂ, മറ്റ് ദുരിതാശ്വാസ പദ്ധതികൾ, മറ്റു രൂപത്തിലുള്ള നിർമ്മിതികൾ, ഈ വിഭാഗങ്ങൾ ചേർന്നാണ് പകുതിയും തട്ടിയെടുത്തത്. പുൽപ്പള്ളിയിലും പുതുപ്പള്ളിയിലും പാലയിലുമാണ് വയനാട്ടിലുമാണ് ഈ ദുരിതാശ്വാസ പദ്ധതിയിൽ ഒരു ഭാഗം ഉപയോഗിച്ചതെന്ന് തന്നെ കാണിക്കുന്നത് കേരളത്തിലെ ഉദ്യോഗസ്ഥ രാഷ്ട്രീയ കൂട്ടുകെട്ടിൻ്റെ ബാന്ധവത്തിൻ്റെ ഒരു ദുരുപയോഗമാണ് നടന്നിട്ടുള്ളത്. സുനാമിയെ സംബന്ധിച്ച് കൃത്യമായ പഠനങ്ങൾ നടത്തുകയും പുനരധിവാസ നടപടികളും അതിൻ്റെ പ്രതിരോധ നടപടികളും സംബന്ധിച്ചും വളരെ വിശദമായ ചർച്ചകളാണ് നടന്നു. ആ ചർച്ചകളൊന്നും തന്നെ ഫലം കണ്ടില്ല. കിട്ടിയ പൈസ മുഴുവൻ ദൂർത്തടിച്ച് പോയി. ഈ യജമാനൻ നൽകിയ താലന്ത് ദുരുപയോഗപ്പെടുത്തിയ ശിഷ്യരെ പോലെയാണ്. അവസാനം യജമാനൻ പണിക്കാരെ ശപിച്ചു എന്ന് നമ്മൾ ബൈബിളിൽ കേട്ടിട്ടില്ലേ? അതാണിപ്പോൾ നടന്നിരിക്കുന്നത്. 15 വർഷം മുമ്പ് നടന്ന ഈ പുനരധിവാസ പ്രവർത്തനം എങ്ങും എത്തിയില്ല. കുറച്ച് കല്ലിട്ടു. ശ്രീ KG ശിവാനന്ദനിലേക്ക് വന്നു കഴിഞ്ഞാൽ, താങ്കൾ ഒരു തൊഴിലാളി നേതാവാണ്, ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ്, ഇന്നിപ്പോ ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആൾ കൂടിയാണ്. ഈ രാഷ്ട്രീയ മേഖല ഇപ്പോൾ പറഞ്ഞു, ഈ ഫണ്ട്, സുനാമി ഫണ്ട് അടക്കം വകമാറ്റി ചെലവഴിച്ചു, അന്ന് നൽകിയ ഉറപ്പുകൾ പാലിക്കപ്പെട്ടില്ല, പല സ്ഥലങ്ങളിലും കടൽ ഭിത്തിയുടെ നിർമ്മാണം ഒന്നുമായിട്ടില്ല. ഇത്തരം കാര്യങ്ങളിൽ നിന്നും ഒളിച്ചോടാൻ ഒരു രാഷ്ട്രീയ നേതൃത്വത്തിന് കഴിയുമോ? അതിന് പ്രേരണ നൽകേണ്ട, അല്ലെങ്കിൽ അത്തരം മേഖലകളിൽ ശക്തമായ ഇടപെടലും സമരവും നടത്തുവാനുള്ള ഒരു ശ്രമം പോലും താങ്കൾ അടക്കം ഉള്ളവർ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ കക്ഷികൾ തയ്യാറായിട്ടുമില്ലല്ലോ. ശ്രീ ചാൾസ് ജോർജ് സൂചിപ്പിച്ചതുപോലെ സുനാമി നടന്നതിന് ശേഷം ആ മേഖലയെ പുനരുദ്ധരിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഫണ്ട് ദുർവിനിയോഗം ചെയ്ത സംഭവം കേരളത്തിലേറെ കോളിളക്കം സൃഷ്ടിക്കുകയും സമരവേലിയേറ്റം സൃഷ്ടിക്കുകയും ചെയ്ത കാര്യമാണ്. അങ്ങനെ സമരങ്ങൾ നടന്നതുകൊണ്ടാണ് ഈ കാര്യങ്ങളിൽ അന്നത്തെ ഗവൺമെൻറ് കൂടുതൽ തുക മറ്റു മേഖലകളിൽ ചെലവഴിക്കാതെ വന്നത്. ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ദുരന്തമുണ്ടാകുന്നു, ദുരന്തത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി കുറേ ഫണ്ട് വരും. പക്ഷേ ഇത് സംബന്ധമായിട്ട് അത് എവിടെയൊക്കെ എങ്ങനെയൊക്കെ ചെലവഴിക്കണം എന്ന് തീരുമാനിക്കുന്ന സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ഉദ്യോഗസ്ഥന്മാരുടെ മനോഭാവങ്ങൾ ഇവിടെ പ്രതിഫലിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം തൃശ്ശൂർ ജില്ലയിൽ 3 നിയോജക മണ്ഡലങ്ങളാണ് ഈ സുനാമി എഫക്റ്റഡ് ഏരിയ ആയിട്ട് പ്രഖ്യാപിച്ചിരുന്നത്. 141 കോടി രൂപയാണ് അന്ന് ആ ഇനത്തിലായിട്ട് ജില്ലയ്ക്ക് വകമാറ്റിയത്. അത് ഒരു കാര്യത്തിന് മാത്രമല്ല, പല കാര്യങ്ങളിലാണ്. അതിലൊന്ന് മാത്രമാണ് വാസയോഗ്യമായിട്ടുള്ള വീടുകൾ നിർമ്മിക്കുക എന്നുള്ളത്. ശ്രീ ശിവാനന്ദൻ, ഇത് ഒരു രാഷ്ട്രീയ കക്ഷിയെ അല്ലെങ്കിൽ ഒരു സമയത്ത് ഭരണത്തിലിരുന്ന ആളുകൾക്ക് മാത്രം ബാധകമല്ല. താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ കക്ഷി, താങ്കളുടെ മുന്നണിയും ഇതേപോലെ തന്നെ അധികാരത്തിലിരുന്നു. ഈ സുനാമിക്ക് ശേഷം എന്ത് ചെയ്തു എന്ന് ബോധ്യപ്പെടുത്തുവാനെങ്കിലും താങ്കൾ അടക്കമുള്ള രാഷ്ട്രീയക്കാർക്ക് കഴിയുന്നുണ്ടോ? ഇപ്പോൾ ഈ കടലാക്രമണം, ഇപ്പോൾ ഈ മത്സ്യത്തൊഴിലാളികളെ വഞ്ചിച്ചു, അല്ലെങ്കിൽ കഴിഞ്ഞ പ്രളയകാലത്തെ ധീരന്മാരായ പോരാളികളെ അവഗണിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഇതിനു മുമ്പേ ഉള്ള പ്രശ്നങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് തീരണ്ടേ? ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾ അധികാരത്തിലിരുന്ന സമയങ്ങളിൽ എന്ത് ചെയ്തു? സുനാമി ഫണ്ട് കൃത്യം ആയ രൂപത്തിൽ തന്നെ കൊണ്ടുപോകുവാൻ കഴിയുന്ന രീതിയിലേക്ക് താങ്കളുടെ മുന്നണിക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്നതിന് മറുപടി ഉണ്ടോ? അതിലേക്ക് ഞാൻ പറഞ്ഞു വന്നപ്പോഴാണ് വീണ്ടും വ്യക്തതയ്ക്ക് വേണ്ടി കൂടുതൽ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞത്. ഈ 141 കോടി രൂപ ഈ 3 മണ്ഡലങ്ങളിലായിട്ട് ചെലവഴിക്കാനും അതിൻ്റെ ഉദ്യോഗസ്ഥ സംവിധാനത്തെ അതിൽ കേന്ദ്രീകരിക്കാനും ഒരു പരിധിവരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അന്നത്തെ ഭരണത്തിന് കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നാൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അതോടുകൂടി തീരുന്നില്ല. കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണ്. അത് പരിഹരിക്കാനൊക്കെ തന്നെ ആ തുക അപര്യാപ്തമായിരുന്നു എന്നാണ് എനിക്കന്ന് തോന്നിയിട്ടുള്ളത്. അതിൽ ഇടപെട്ട ഒരാളെന്നുള്ള നിലയിൽ എനിക്കന്ന് തോന്നിയിട്ടുള്ളത്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
നമ്മുടെ ഈ തീരദേശത്ത് താമസിക്കുന്ന മത്സ്യത്തൊഴിലാളി സമൂഹം ആഗ്രഹിക്കുന്നത് കടലോടൊട്ടി ജീവിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇന്ന് കടലോരത്തിൽ താമസിക്കുന്ന ആളുകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ പല കാര്യങ്ങളുണ്ട്. തൊഴിൽപരമായ പ്രശ്നം ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും കാലാവസ്ഥാ വ്യതിയാനം, അതുപോലെ തന്നെ നമ്മുടെ പാരിസ്ഥിതികമായ ആഘാതം, ഇതെല്ലാം തന്നെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്നത് പരിസ്ഥിതിയുടെ അസന്തുലനാവസ്ഥയിൽ ഈ ശ്രീ ക്ലിന്റൺ, താങ്കൾ പ്രതിദാനം ചെയ്യുന്ന ഒരു സഭാ സമൂഹമുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനമുണ്ട്. ഈ പ്രസ്ഥാനമൊക്കെ കാലകാലങ്ങളിൽ ഒരു ഇലക്ഷൻ സമയത്ത് ഒരു സംഘടിത ശക്തി എന്ന നിലയിൽ, ഒരു വോട്ട് ബാങ്ക് എന്ന നിലയിലൊക്കെ സമ്മർദ്ദ ശക്തി ആവാറുണ്ട്. പല കാര്യങ്ങളിലും അവർ ആ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് പോകാറുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായി മത്സ്യത്തൊഴിലാളിയുടെ പ്രശ്നങ്ങൾ ആ സമരത്തിന് ശേഷവും അവശേഷിക്കുകയാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി സഭ ശബ്ദം ഉയർത്തുമ്പോഴും മത്സ്യത്തൊഴിലാളിയുടെ പക്ഷം പറഞ്ഞ സഭ ഒപ്പം ഉള്ളപ്പോഴും, ഇപ്പോൾ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വലിയതുറയുടെ വിഷയത്തിലായാൽ പോലും വലിയതുറയിലെ ക്യാമ്പിൽ തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ TSS സോഷ്യൽ സർവീസ് സൊസൈറ്റി, ട്രിവാൻഡ്രം സോഷ്യൽ സർവീസ് സൊസൈറ്റിയെ ആവുന്ന വിധത്തിൽ സൊസൈറ്റി സഹായിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ചിന്തിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, ഈ സഭ ആ നിലപാടുകളായി പറയുമ്പോഴും സഭയ്ക്ക് മുൻപിൽ രാഷ്ട്രീയക്കാർ പറയാറുണ്ട്, ഞങ്ങൾ ചെയ്തു തരാം, ഞങ്ങൾ സഹായിക്കാം, ഞങ്ങൾ ചെയ്തു തരാം, ഞങ്ങൾ നിങ്ങളുടെ ഒപ്പം ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും അധികാരത്തിലേറുമ്പോൾ ഒരിക്കലും സഭയ്ക്ക് ഒരു സമ്മർദ്ദ ശക്തിയായി നിന്നുകൊണ്ട് ചെയ്യണമെന്ന് പറയുന്ന രീതിയിലേക്ക് ഒരു ശ്രീ ക്ലിന്റൺ രാഷ്ട്രീയത്തിൽ കൃത്യമായി ഇടപെടുകയും സ്ഥാനാർത്ഥികളെ അടക്കം അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ആ സ്ഥാനാർത്ഥികൾ പലരും ജയിച്ചു വരികയും ചെയ്യുന്നുണ്ട്. പക്ഷേ അവർക്ക് പോലും ഇടപെടാൻ പറ്റാത്ത രീതിയിലുള്ള എന്തൊക്കെയോ സ്വപ്ന പദ്ധതികളാണോ മത്സ്യത്തൊഴിലാളികൾ പ്രതീക്ഷിക്കുന്നത്? അല്ലല്ലോ. അവരുടെ ജീവിതം, അവർ ഒരു ജീവിതകാലം കൊണ്ട് സ്വരുക്കൂട്ടിയ അവരുടെ വീട് അവരുടെ കൺമുമ്പിൽ ഇടിഞ്ഞു താന്നു പോകുന്നു. മത്സ്യബന്ധനത്തിന് അവരുടെ ജീവിതോപാധിക്ക് വേണ്ടി അവർ കടലിൽ പോകുന്നു, തിരിച്ചു വരുമെന്ന് ഉറപ്പില്ല. ഇതല്ലേ ഇത്തരം കാര്യങ്ങളിലുള്ള സുരക്ഷ? അവർക്ക് കിടപ്പാടത്തിന്റെ സുരക്ഷ, കുടിവെള്ളത്തിന്റെ സുരക്ഷ, ഇതൊക്കെ കൊടുക്കുവാൻ കൃത്യമായ നിലയിൽ ഒരു സ്ഥാനാർത്ഥിയെ കൊടുത്ത് ജയിപ്പിച്ച ആ സ്ഥാനാർത്ഥി മന്ത്രി പോലെ ആകുമ്പോഴും ഇടപെടാൻ കഴിയുന്നില്ലെങ്കിൽ അത് പരാജയമല്ലേ ക്ലിന്റൺ? അല്ല, അത് നമുക്ക് ഒരിക്കലും പരാജയമെന്ന്, സഭയുടെ പരാജയം എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. കഴിഞ്ഞ ദിവസം ഇപ്പോൾ തുറന്നു പറയുകയാണെങ്കിൽ, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ മത്സ്യ മേഖലയിലെ വിദ്യാർത്ഥികളുടെ ഒരു സമരം ഉണ്ടായിരുന്നു നിയമസഭയുടെ മുൻപിൽ. ആ സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ സഹായമെത്രാനായ ഡോക്ടർ ക്രിസ്തുദാസ് പിതാവാണ്. ആ പിതാവാണ് ആ സമരത്തിലേക്ക് വന്ന് കുട്ടികളുടെ ആവശ്യങ്ങൾ, കാലാകാലങ്ങളായി സ്റ്റൈവൻറ്റ് പോലും മുടങ്ങിപ്പോകുന്ന, അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന തരത്തിലേക്ക് ഭരണകൂടങ്ങൾ മാറുമ്പോൾ ആ വിദ്യാർത്ഥികളെ കൂടെ നിന്ന് സംസാരിക്കാൻ സഭയുണ്ട്. അതിനോടൊപ്പം തന്നെ വിഴിഞ്ഞം പദ്ധതി വന്നപ്പോൾ പദ്ധതി കൊണ്ട് വിഴിഞ്ഞം മാത്രമല്ല, വിഴിഞ്ഞത്തിൻ്റെ അപ്പുറവും ഇപ്പുറവും നാശനഷ്ടങ്ങളും മത്സ്യത്തൊഴിലാളികളുടെ വീടുകൾക്ക് നഷ്ടമുണ്ടാകുമെന്ന് ഞങ്ങളുടെ സൂസഭാഗ്യം പിതാവും പറഞ്ഞതാണ്. എന്നാൽ അപ്പോൾ പറഞ്ഞപ്പോഴും ഇവിടുത്തെ പൊതുസമൂഹമാണ് കേരളത്തിൻ്റെ വികസന പദ്ധതിയാണ്, കേരളത്തിൻ്റെ വികസനം എന്ന് പറഞ്ഞുകൊണ്ട് സഭയുടെ നിലപാടുകളെ തള്ളാൻ ശ്രമിച്ചപ്പോൾ, സഭയെ വേട്ടയാടാൻ ശ്രമിച്ചപ്പോൾ പിന്നെ സഭയ്ക്ക് ആകേണ്ടി വന്നു. ശ്രീ KG ശിവാനന്ദൻ, ഇപ്പോൾ ഓഖി നമ്മുടെ മുമ്പിൽ ഏറ്റവും അടുത്ത കാലത്തുണ്ടായ ഒരു കാര്യമാണ്. ഈ ഓഖിയിലെ ഒരു താങ്കൾ പ്രതിദാനം ചെയ്യുന്ന മുന്നണിയുടെ ഒരു സമീപനം, അവിടെ കടന്നു ചെല്ലാൻ, ആ ഒരു ദുരന്ത മേഖലയിൽ കടന്നു ചെല്ലാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി മടിച്ചു എന്നുള്ളത് തന്നെ, അവിടേക്ക് കടന്നു ചെന്ന മുഖ്യമന്ത്രിക്ക് നേരെ പ്രതിഷേധമുണ്ടായി എന്ന് തന്നെ, ഇത്തരം മേഖലകളിലോട്, ആ ദുരന്തത്തോട് ഇടതുപക്ഷ മുന്നണി ഭരിക്കുന്ന സർക്കാർ അതിനോട് ഒരു മുഖം തിരിക്കുന്ന സമീപനം ആയിരുന്നു ആദ്യഘട്ടത്തിൽ നടത്തിയതെന്ന് കേരളത്തിന്റെ പൊതുസമൂഹം ചർച്ച ചെയ്തതാണ്. അതേ ഒരു അവഗണന തന്നെയല്ലേ ഇപ്പോഴും കടലാക്രമണം അടക്കമുള്ള പ്രശ്നങ്ങളിൽ വീടുകൾ തകർന്നു വീഴുമ്പോൾ, അല്ലെങ്കിൽ നേരത്തെ തന്നെ ഈ കടലാക്രമണം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് കടൽ ഭിത്തിയുടെ നിർമ്മാണം പൂർത്തീകരിക്കുക അടക്കമുള്ള കാര്യങ്ങൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ നടത്താൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? അപ്രതീക്ഷിതമായി സംഭവിച്ച ഓഖി ദുരന്ത സമയത്ത് കേരള സർക്കാർ ഉണർന്നു പ്രവർത്തിച്ചു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ സത്യം. പക്ഷേ മരണഭീതിയും മരണവും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനം തീർച്ചയായും ക്ഷുഭിതരാകുകയും പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്യും. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സമയോചിതമായി ഇടപെട്ട് തന്നെ എത്തിച്ചേർന്നു. അവിടെ തീർച്ചയായും പ്രതിഷേധമുണ്ടായി. ആ പ്രതിഷേധങ്ങളെ അത് വളരെയധികം സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് LDF ഗവൺമെൻറ് മുന്നോട്ട് പോയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓഖി ദുരന്തം അതിനിരയായ ജനതയെ ആകെ തന്നെ എടുത്ത് പ്രത്യേകമായ പഠനത്തിന് വിധേയമാക്കിക്കൊണ്ട് ഈ കേരളത്തിൻ്റെ തീരദേശ മേഖലയെ പുനരുദ്ധരിക്കുന്നതിനും അപകടം സംഭവിച്ചവർക്ക്, അതിൽ ആപത്തിൽപ്പെട്ടവർക്ക് സഹായിക്കുന്നതിനും വേണ്ടിയുള്ള പ്രത്യേകമായ ഒരു പാക്കേജ് തന്നെ തയ്യാറാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാരിൽ സമർപ്പിച്ചത്. വളരെ നാമമാത്രമായ തുക മാത്രമാണ് കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയത്. അതുമാത്രമല്ല, കേരളത്തിനെ കൊണ്ട് കഴിയാവുന്ന വിധത്തിൽ ഈ
ദുരന്തം ഏറ്റുവാങ്ങിയ ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ചടുലതയോട് കൂടിയിട്ടുള്ളൊരു പ്രവർത്തനം LDF സർക്കാർ നടത്തി. അതിന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ നേതൃത്വം നൽകി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തീർച്ചയായും രാഷ്ട്രീയ ഇടലുകളും അതുപോലെ തന്നെ അസ്വസ്ഥതകളും സൃഷ്ടിക്കുന്ന ഈ സമീപനം കേരളത്തിൽ പലയിടത്തും ഉണ്ടാകാറുണ്ട്. അത് തീർച്ചയായിട്ടും വാർത്തകളായിട്ട് വരികയും ചെയ്യുന്നുണ്ട്. പക്ഷേ വാർത്തകൾക്ക് ഇടയിൽ സംഭവിക്കുന്നത് സത്യത്തെ തിരിച്ചറിയാൻ കഴിയാത്തതാണ്. ശ്രീ ചാൾസ് ജോർജ്, കടലിൽ നഷ്ടപ്പെട്ടവർ, ഓഖിയുടെ കാലഘട്ടത്തിൽ കടലിൽ നഷ്ടപ്പെട്ടവർ പലരും ഇന്നും ഭവനങ്ങളിൽ തിരിച്ചെത്താനുണ്ട്. അവരെ അവർക്ക് എന്ത് സംഭവിച്ചു എന്നറിയാതെ കാത്തിരിക്കുന്ന ആളുകൾ ഇന്നും തീരദേശ മേഖലയിലുണ്ട്. പര്യാപ്തമായിരുന്നോ സർക്കാരിന്റെ ഇടപെടൽ ഓഖിയുടെ ആ ഒരു പശ്ചാത്തലത്തിൽ? എന്ന് പറയാൻ പറ്റൂല. രണ്ടുതരം പ്രശ്നങ്ങളുണ്ട്. ഇപ്പോഴും കൊച്ചിയിൽ നിന്ന് ആഴക്കടലിലേക്ക് പോയ 600ഓളം ബോട്ടുകൾ അവിടെ പ്രവർത്തിക്കുന്നത് കൊച്ചി ഹാർബറിൽ. അതിൽ 69 മുങ്ങിപ്പോയി പൂർണ്ണമായിട്ട്. അതിൽ തിരിച്ചെടുക്കാൻ പോലും കഴിഞ്ഞില്ല. കൊച്ചിയിൽ നിന്ന്, കേരളത്തിൽ നിന്ന് മാത്രം രജിസ്റ്റർ ചെയ്ത് കൊച്ചിയിൽ നിന്ന് പോയ 6 ബോട്ട് മുങ്ങിക്കിടക്കുകയാണ്. 69 മനുഷ്യർ ലക്ഷദ്വീപ് കടലിൽ ഇപ്പോഴും മുങ്ങിക്കിടക്കുകയാണ്. നിർമ്മലയും സീതയും രാമനും ഒക്കെ വന്ന് തിരുവനന്തപുരത്തുകാരെ എട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ച് കൈയിടിച്ച് വിട്ടു. പക്ഷേ ഞങ്ങൾ ആവശ്യപ്പെട്ടു, അവരൊരു ഡെഡ് ബോഡി എങ്കിലും എത്തിക്കുക, സബ്മറൈൻസ് ഉപയോഗിച്ചാണെങ്കിൽ അത് പൊക്കിയെടുക്കുക, അവരെ ഇത് ചെയ്യുക, ഡെഡ് ബോഡി എടുക്കുക. ഒന്നും ഉണ്ടായില്ല. അവരിപ്പോഴും ആഴക്കടലിൻ്റെ അഗാധതയിൽ മുങ്ങിക്കിടക്കുകയാണ്. അവരെ പൊക്കിക്കൊണ്ടുവരാനോ മാന്യമായ ഒരു ശവസംസ്കാരം അവർക്ക് നൽകാനോ കഴിയാത്തതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പരിഷ്കൃത സമൂഹം എന്ന നിലയിൽ നാം ലജ്ജിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു പാക്കേജ് ഉണ്ടാക്കി. 7341 കോടി രൂപയുടെ ഒരു പാക്കേജ് കേരളം ഞങ്ങളുമായി ചർച്ച ചെയ്ത് ഗവൺമെൻറ് കേന്ദ്രത്തിന് സമർപ്പിച്ചു. കിട്ടിയത് എത്രയാണ്? ആദ്യം 79 കോടി, പിന്നെ ഒരു ചില്ലറയും കൂടി കൊടുത്തു. ഇത് ഒരു കേന്ദ്ര അവഗണനയല്ല കേട്ടോ, ഒരു അവഹേളനമാണ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഭാവനാശൂന്യമായ പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഓക്കിക്ക് ശേഷം 1 വർഷം കഴിഞ്ഞപ്പോൾ അതിരൂക്ഷമായ പ്രളയം വന്നു. മുഖ്യമന്ത്രി ഞങ്ങൾക്ക് ബിഗ് സല്യൂട്ട് തന്നു. ഓക്കെ, നമ്മൾ സ്വീകരിച്ചു, സല്യൂട്ടിന് പ്രത്യേകാഭിവാദ്യം കൊടുത്തേക്കാം. പക്ഷേ ആ രക്ഷകരുടെ കാര്യം ഇന്ന് ആര് രക്ഷിക്കും എന്നുള്ള പ്രശ്നമാണ്. കേരളത്തിൻ്റെ തീരക്കടലിനെ സംബന്ധിച്ച്, തീരദേശത്തെ സംബന്ധിച്ച് സമഗ്രമായ ഒരു പരിശോധനയോ ഇതുവരെ നമുക്ക് നടത്താൻ കഴിഞ്ഞില്ല എന്ന വളരെ ഗൗരവമേറിയ ഒരു പ്രശ്നമുണ്ട്. ദീർഘകാല, മധ്യകാല, ഹ്രസ്വകാല പദ്ധതികൾ ഇതിനാവശ്യമാണ്. ഇക്കാര്യത്തിൽ കേരളത്തിലെ ഗവേഷക സമൂഹവും മത്സ്യത്തൊഴിലാളി സമൂഹവും ഗവേഷകരും ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്നുകൊണ്ട് ഉണ്ടാകേണ്ട ഒരു ചർച്ചയും സംവാദവും സമവായവും ഇനി രൂപപ്പെട്ടില്ല. അതാണ് പ്രളയത്തിലേക്ക് വഹിച്ചത്. ശ്രീ ചാൾസ്, ഇപ്പോൾ പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അടിക്കടി ഉണ്ടാകുന്ന ചില കാലാവസ്ഥാ പ്രവചനങ്ങൾ. അവർ പറയുകയാണ് നാളെ കാറ്റടിക്കും, മത്സ്യത്തൊഴിലാളി പോകാൻ പാടില്ല. ആ ഒരു പ്രവചനം കൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ അവസാനിക്കും. കാറ്റടിച്ചോ കാറ്റടിച്ചില്ലയോ എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വരുന്ന ഒരു പ്രശ്നമല്ല. അവസാനം എന്ത് സംഭവിക്കുന്നു? മത്സ്യത്തൊഴിലാളിക്ക് ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം 3 ദിവസം അവന്റെ തൊഴിലിടം നഷ്ടപ്പെടുന്നു, തൊഴിൽ നഷ്ടപ്പെടുന്നു. ഇത്തരം സാഹചര്യങ്ങൾ ഒരു പകപോക്കലിന്റെ സാഹചര്യം എന്ന് പലപ്പോഴും കരുതേണ്ടേ? കാലാവസ്ഥ വകുപ്പിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചില ഉദ്യോഗസ്ഥ മേധാവിത്വം നടത്തുന്ന പകപോക്കൽ എന്ന് വിശേഷിപ്പിക്കണ്ടേ? അതല്ലേ പ്രളയം വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞത്, ഇവിടെ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രമല്ല പ്രവർത്തിക്കുന്നത്, കാലാവസ്ഥ നിരക്ഷര കേന്ദ്രം എന്നാണ് പറഞ്ഞത്. ചന്ദ്രനിലും അതുപോലെ ചൊവ്വയിലും വെള്ളം കണ്ടെത്തിയ ഒരു രാജ്യമാണ് നമ്മളതിനകത്ത് അഭിമാനിക്കുകയാണ്. പാകിസ്ഥാനിൽ പോയി ആളെ കൊന്നിട്ട് വന്ന ആൾക്കാരാണെന്ന് പറയണം. അപ്പോൾ നമ്മുടെ പ്രഹരശേഷി, നമ്മുടെ സാങ്കേതികവിദ്യ എത്ര വികസിച്ച് എത്രമാത്രം പിന്നാക്കമാണ് ഈ മേഖല ഇപ്പോഴും. ഇന്ത്യ ഗവൺമെൻറ്റാണ് സമീപ രാജ്യങ്ങൾക്കുള്ള കാലാവസ്ഥാ നിരീക്ഷണത്തെ സംബന്ധിച്ച് വിവരങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ പ്രളയത്തെ സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ ഉണ്ടാകുകയും അത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കേരളത്തിലുള്ള ഒരു സംവിധാനമുണ്ട്, മുഖ്യമന്ത്രി തലത്തിൽ തന്നെയുള്ള ഒരു ദുരിതാശ്വാസ പദ്ധതി ഉണ്ടാക്കുന്ന ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനവും ഫലപ്രദമായിരുന്നില്ല. അതല്ലേ ഒരു പ്രളയത്തിലേക്ക് നയിച്ചത്. അതിനുള്ള ഏകോപനമില്ലായ്മ, ഇതെല്ലാം ഇതെല്ലാം ഉദ്യോഗസ്ഥ മേധാവികളുടെ ഒരു സംവിധാനമാണ്. പ്രത്യേകിച്ച് ഈ മുഖ്യമന്ത്രി അധ്യക്ഷനായിട്ടുള്ള ഈ സമിതി ഉണ്ടല്ലോ, ആ സമിതിയിൽ കുറച്ച് ഉദ്യോഗസ്ഥ മേധാവികൾ മാത്രമാണ് ഉള്ളത്. ഈ രംഗത്തെ ഗവേഷകരോ തൊഴിലാളി സംഘടനകളോ ആരും തന്നെയില്ല. ഉദ്യോഗസ്ഥ മേധാവി രാജ്യം നിലനിൽക്കുന്നിടത്തോളം കാലം ഈ കാര്യത്തിൽ പരിഹാരം ഉണ്ടാകുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം. ശ്രീ KG ശിവാനന്ദൻ, ഉദ്യോഗസ്ഥ മേധാവിത്വമാണോ താങ്കളുടെ ഭരണകക്ഷി, താങ്കളുടെ മുന്നണി ഭരിക്കുന്ന ഈ സംസ്ഥാനത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? സംസ്ഥാനത്തെ ഡിസാസ്റ്റർ മാനേജ്മെന്റിനെ കുറിച്ചാണ് ശ്രീ ചാൾസ് ജോർജിനെ പോലെ ഒരാൾ വിമർശിക്കുന്നത്. ശ്രീ ചാൾസ് ജോർജ് പറഞ്ഞത് ഞാൻ മനസ്സിലാക്കിയത്, ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അതിൻ്റെ ശാസ്ത്ര സാങ്കേതിക മേഖല കൈകാര്യം ചെയ്യുന്നത് കേന്ദ്ര സർക്കാരാണ്. ആ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ആ സ്ഥാപനങ്ങൾ നൽകുന്ന നിർദ്ദേശങ്ങൾ പലപ്പോഴും തെറ്റായിട്ട് പ്രതിഫലിക്കപ്പെടുന്നു.
അതിൻ്റെ ഫലമായിട്ട് മത്സ്യത്തൊഴിലാളികൾക്ക് തന്നെ തൊഴിൽ നഷ്ടം ഉണ്ടാകുന്നു. ശ്രീ ശിവാനന്ദൻ അദ്ദേഹം ഉന്നയിച്ച മറ്റൊരു ആക്ഷേപമുണ്ട്. സംസ്ഥാന സർക്കാരിന് കീഴിൽ, സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്ക് കീഴിൽ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് വിഭാഗമുണ്ട്. ഈ വിഭാഗത്തിന്റെ പ്രവർത്തനം പോലും ഒരിക്കലും ഒരു കൃത്യതയുള്ളതാവുന്നില്ല എന്ന ആരോപണമാണ് അദ്ദേഹം മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. ഉദ്യോഗസ്ഥ രാജാണ് സംസ്ഥാനത്ത് നടക്കുന്നതെന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞില്ല അദ്ദേഹം. അല്ല, അങ്ങനെ തന്നെ ഞാൻ പറയാം. അതിനുശേഷം ഇപ്പോൾ ഒരു വർഷം ഇരിക്കണം, 30 ദിവസമാണ് ഈ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ അറിയിപ്പിന് ശേഷം. പ്രത്യേകിച്ച് കൊച്ചിക്കാർക്ക് കുഴപ്പമുണ്ട്. ഞങ്ങൾ ഈ അറിയിപ്പ് വന്നാൽ മീൻ പിടിക്കാൻ പോകാൻ പറ്റില്ല. പോയി കഴിഞ്ഞാൽ കോസ്റ്റ് ഗാർഡ് ഉണ്ട്, നേവി ഉണ്ട്, മറൈൻ എൻഫോഴ്സ്മെൻ്റ് ഉണ്ട്, കോസ്റ്റൽ പോലീസിന്. അപ്പോൾ തടയാണ്. 30 ദിവസം ഈ കഴിഞ്ഞ 5-6 മാസത്തോട് പണിയില്ല. ഇപ്പോൾ ഈ കാലവർഷം തുടങ്ങി 7 ദിവസം കഴിഞ്ഞിട്ടും മീൻ പിടിക്കാൻ പറ്റുന്നില്ല. ഇപ്പം മിനിഞ്ഞാന്നാണ് ആദ്യമായിട്ട് പണിക്ക് പോയിരിക്കുന്നത്. ഈ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ പ്രഖ്യാപനം വരികയാണ്, കടലിൽ പോകാൻ പറ്റില്ല. കടലിലെ മക്കൾക്ക് 65 കിലോമീറ്റർ 75 കിലോമീറ്ററിലെ കാറ്റൊക്കെ അവർ സ്ഥിരമായി പോയി മീൻ പിടിച്ച് വരികയാണ്. പ്രഖ്യാപനം വരുന്നു, അതായത് ഈ കണ്ടെത്തലുകൾ തന്നെ തെറ്റാവുകയാണ്. അതിനൊരു സൊണേഷൻ വേണം. മധ്യ കേരളം, ദക്ഷിണ കേരളം, ഉത്തര കേരളം. ശ്രീ ശിവാനന്ദൻ, ഇതിനുള്ള മറുപടി താങ്കൾക്ക് നൽകണ്ടേ? അതായത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ പ്രവർത്തനത്തിൽ കൂടുതൽ ചടുലത വേണം, കുറച്ചുകൂടി ഊർജ്ജസ്വലത വേണം. ഇവിടെ ഇപ്പോൾ ഒരു കാര്യം പറയാം. ഇപ്പോൾ നാളെ മത്സ്യത്തൊഴിലാളികൾ മത്സ്യം പിടിക്കാൻ പാടില്ല എന്ന് പറയുന്നു. തീർച്ചയായും ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം പാലിക്കാൻ പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് അന്ന് ജോലിയില്ലാതാകുകയാണ്. ഇപ്പോൾ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് റേഷൻ കൊടുക്കും എന്നുള്ളതാണ്. AITUCയുടെ അഭിപ്രായത്തിൽ അത് മാത്രം പോരാ. ആ മത്സ്യത്തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടം നൽകാൻ സർക്കാർ തയ്യാറാകണം എന്നതാണ്. അതായത് മത്സ്യബന്ധനം കൊണ്ട് ജീവിക്കുന്ന വിഭാഗം ജനങ്ങൾക്ക് അത് ചെയ്യാനുള്ള അവസരമില്ലാതെ വന്നാൽ അവർക്ക് തൊഴിൽ നഷ്ടം തന്നെ നൽകാൻ തയ്യാറാകണം. അത്തരത്തിലുള്ള നിലപാടുകൾ കൂടി കേരള ഗവൺമെൻറ് എടുക്കണം എന്നൊരഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. അതെ, 1 രൂപയുടെ അരിയെ 5 കിലോ കൊടുക്കും എന്നൊരു പ്രഖ്യാപനം വരുന്നത്. തൊഴിൽ നഷ്ടം എന്ന് പറഞ്ഞാൽ ജോലി ചെയ്താൽ കിട്ടുന്ന. ശ്രീ ചാൾസ്, മറ്റൊരു കാര്യം കൂടി വരുന്നില്ലേ? ഈ പറയുന്ന നാവികസേന അടക്കമുള്ളവർ ഓഖിയിൽ ആളുകളെ കണ്ടെത്താൻ വേണ്ടി വലിയ സേവനം നടത്തി ഇല്ലേ? അവരെ ഇങ്ങനെ തടയുന്നു, അല്ലെങ്കിൽ അവര് മത്സ്യത്തൊഴിലാളികളുടെ ജോലി നഷ്ടപ്പെടുത്തുന്നു എന്ന തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുന്നത് അത്ര ശരിയാണോ? അതൊക്കെ ശരിയായിട്ട് പറഞ്ഞു. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്ത് മാത്രം കാറ്റെടുക്കുന്നത്, കൊച്ചിയിൽ വലിയ ചൂടും ഇതും ഒരു ഇല പോലും അനങ്ങുന്നില്ല, കടലിൽ പോരുന്നുള്ള പ്രഖ്യാപനമാണ്. അപ്പോൾ ഇത് നമുക്ക് കൃത്യമായ സോൺ തിരിച്ചുള്ള സൂക്ഷ്മതയും കൃത്യതയുമാർന്ന ഒരു കാലാവസ്ഥ നിരീക്ഷണ സംവിധാനം കേരളത്തിൽ അടിയന്തരമാണ്. 1. 2, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇതിനുമായി കോപ്പപ്പ് ചെയ്ത് വർക്ക് ചെയ്യണം. അതുമില്ല. ഇതെല്ലാം വെള്ളം ചേരാത്ത അറ പോലെ നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് ഞാൻ ചോദിക്കട്ടെ, പ്രളയം കഴിഞ്ഞില്ലേ? എത്ര ചടുലമായ പ്രവർത്തനമാണ് ഈ സർക്കാർ നടത്തിയത്. പക്ഷേ നമ്മുടെ ആശ്വാസത്തിൻ്റെ 4 അയൽവക്കത്ത് എത്തിയിട്ടുണ്ടോ? എത്ര വീടുകൾ പുനർനിർമ്മിക്കപ്പെട്ടിട്ടില്ല? എത്ര വീടുകൾ തകർന്നു കിടക്കുന്നു? കിട്ടിയവർക്ക് പരാതി, കിട്ടാത്തവർക്ക് അതിന് മടങ്ങ് പരാതി. ഇത് ഒരു ജനങ്ങളെ ശ്രീ ക്ലിന്റണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി പോയാൽ, അല്ലെങ്കിൽ അവിടെ ഒരു അപകടത്തിൽ പെട്ടു കഴിഞ്ഞാൽ അവർക്ക് തീരത്ത് നിന്ന് വേണ്ട സംരക്ഷണം കിട്ടാൻ പര്യാപ്തമാണോ നമ്മുടെ ആശയവിനിമയ സംവിധാനങ്ങൾ, അതോടൊപ്പം മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിയിട്ടുള്ള സുരക്ഷാ കിറ്റുകൾ ഒക്കെ? അല്ല, ഞാനിപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഓഖിയെ നേരിട്ട് കരയിൽ നിന്ന് അനുഭവിച്ചൊരു മനുഷ്യനാണ് ഞാൻ. സത്യം പറയുകയാണെങ്കിൽ ഓഖിയെക്കുറിച്ച് വ്യക്തമായ ഒരു ഇൻഫർമേഷൻ നൽകുന്ന തലത്തിൽ ഒരു സംവിധാനവും അന്ന് നിലവിലില്ലായിരുന്നു, ഇന്നും നിലവിലില്ല. നമ്മുടെ ചാൾസേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് മത്സ്യത്തൊഴിലാളികളുടെ ദിനം നശിപ്പിക്കുന്ന, തൊഴിൽ ദിനങ്ങൾ നശിപ്പിക്കുന്ന അറിയിപ്പുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ സ്ഥിരമായി എൻ്റെ ഗ്രാമത്തിലെ മത്സ്യത്തൊഴിലാളികളുമായി ഇൻട്രാക്ട് ചെയ്യുന്നൊരു മനുഷ്യനാണ്, സംസാരിക്കുന്ന, അവരോട് ഇടപഴകുന്ന, അവരോടൊപ്പം ചായ കുടിക്കുന്നൊരു മനുഷ്യനാണ്. ഞാൻ ഇത്രയും ദിവസം അവരുടെ നിന്ന് ഇടപഴകിൽ നിന്ന് മനസ്സിലാക്കിയത്, പലപ്പോഴും അവരിപ്പോൾ മൊത്തത്തിൽ മത്സ്യ മേഖല, അതായത് മത്സ്യത്തൊഴിലാളി തകർന്നിരിക്കുകയാണ്. ശ്രീ ക്ലിന്റൺ, ഞാൻ ചോദിക്കുന്നത്, ഒരു മത്സ്യത്തൊഴിലാളി രാവിലെ പോകുന്നു, കടലിലേക്ക് പോകുന്നു, അവിടെ മൊത്തം അവന്റെ ചുറ്റിലുമുള്ളത് ആർത്തലയ്ക്കുന്ന കടൽ മാത്രമാണ്. അവനൊരു ആപത്ഘട്ടത്തിൽ കരയിലേക്ക് ഒരു കാര്യം അറിയിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അവൻ അപകടത്തിൽ പെട്ടിരിക്കുന്നു എന്ന കാര്യം കരയിലേക്ക് അറിയിക്കണമെങ്കിൽ അവന് ഇപ്പോൾ നൽകിയിരിക്കുന്ന സംവിധാനങ്ങൾ പര്യാപ്തമാണോ? അല്ല, അത് തുറന്നു പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം കേരള സമൂഹം, ഇപ്പം ഞാൻ അതിനു മുമ്പ് എനിക്കൊരു കാര്യം സൂചിപ്പിക്കാനെന്ന് പറഞ്ഞാൽ, ഓഖിയെ
പ്രളയത്തിൽ ആരെയൊക്കെയാണോ നമ്മൾ മത്സ്യത്തൊഴിലാളികൾ ചെന്ന് കരം പിടിച്ച് രണ്ടാം ജന്മത്തിലേക്ക് കൊണ്ടുവന്നത്, അവർ ഓഖിയിൽ മത്സ്യത്തൊഴിലാളിയുടെ കൂടെ നിന്നു എന്നൊരു ചോദ്യം ചോദിക്കണം. അവർ മത്സ്യത്തൊഴിലാളിയുടെ ഒപ്പം ഉണ്ടായിരുന്നു. ശ്രീ ക്ലിന്റൺ, ആ ചോദ്യത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഇപ്പോൾ നമുക്ക് ആശയവിനിമയ സംവിധാനങ്ങൾ അടക്കം, അവരുടെ രക്ഷാ സംവിധാനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ, ഒരു വള്ളത്തിൽ പോകുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ബോട്ടിൽ പോകുന്ന ആൾക്കാർക്ക് ഒരു അപകടത്തിൽ പെട്ടുകഴിഞ്ഞാൽ അതിന് കൃത്യമായി കരയിലേക്ക് എത്തിക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ ഉണ്ട് എന്ന് താങ്കൾ കരുതുന്നു? അല്ല, ഞാൻ ഇപ്പൊ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ ഇടയ്ക്ക് കൊടുത്ത നാവിക്, ഇപ്പൊ ചാൾസ് ചേട്ടൻ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞു തരുമായിരിക്കും. ഈ ഇടയ്ക്ക് കൊടുത്ത നാവിക് എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്. ഈ നാവികിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ISR ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു പെട്ടി എന്ന് പറഞ്ഞൊരു ഒരു സിസ്റ്റമാണ്. ഈ സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് പ്രവർത്തിക്കാൻ ഒരു സ്മാർട്ട് ഫോൺ വേണം. ആ സ്മാർട്ട് ഫോണിൽ മൈ ഇന്ത്യ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ടാവണം. ആ ആപ്പുമായിട്ട് ഇത് കണക്ട് ചെയ്തിരിക്കണം. അതിനോടൊപ്പം തന്നെ അവിടെ നിന്ന് ഇൻഫർമേഷൻ ഇങ്ങോട്ട് വരത്തുള്ളൂ, പക്ഷേ ഇവിടെ നിന്ന് ഇൻഫർമേഷൻ അങ്ങോട്ട് പോകുന്നില്ല. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ മത്സ്യത്തൊഴിലാളിക്ക് കരയുമായി ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഒരു സംവിധാനം സർക്കാർ തലത്തിൽ നിന്നും കൊടുത്തിട്ടില്ല. സാറ്റലൈറ്റ് ഫോൺ കൊടുക്കുന്നുണ്ട്, പക്ഷേ സാറ്റലൈറ്റ് ഫോണിന്റെ കോസ്റ്റ് എത്രയാണ്? ഒരു മത്സ്യത്തൊഴിലാളി പിടിക്കുന്ന ഈ മത്സ്യത്തിന് ഇതുകൊണ്ട് അവന് സാറ്റലൈറ്റ് ഫോണിന് തുടർന്ന് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റത്തില്ല. കാരണം ഞങ്ങളുടെ വിഴിഞ്ഞത്ത് ഞാൻ ഒന്ന് ഇടപെടുകയാണ്. മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങളിലേക്ക് നമുക്ക് മടങ്ങി വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഷെക്കേന ഇൻസൈറ്റ്സിലേക്ക് വീണ്ടും സ്വാഗതം. ചർച്ച തുടരുമ്പോൾ ശ്രീ ശിവാനന്ദൻ, ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ഏതാണ്ട് തീരം പോലും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ്. കൊച്ചിയിലെ അടക്കമുള്ള പ്രദേശങ്ങളിലെ വൻകിട നിർമ്മാണങ്ങൾ, അതുപോലെ തന്നെ വൻകിട പദ്ധതികൾ, LNG അടക്കമുള്ള പദ്ധതികൾ വരുമ്പോഴും, അതുപോലെ പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ വരുമ്പോഴും അവരുടെ തീരമാണ് നഷ്ടപ്പെടുന്നത്, അവരുടെ തൊഴിലിടമാണ് നഷ്ടപ്പെടുന്നത്. പൊതുവൈപ്പ് സമരത്തിൽ ക്രൂരമായ നിലയിൽ അവിടുത്തെ മത്സ്യത്തൊഴിലാളികളെയും തീരദേശ ജനതയും തല്ലിച്ചതച്ചത് ഈ അടുത്ത കാലത്താണ്. എന്തേ AITUC പോലെ ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, തൊഴിൽ പ്രസ്ഥാനം ഇടപെട്ടില്ല? ആ സമരത്തിൽ സജീവമായി പങ്കെടുത്തത് AITUC ആണ്. മർദ്ദനമേറ്റവരുടെ കൂട്ടത്തിൽ AITUC പ്രവർത്തകരുണ്ട്. അക്കാര്യത്തിൽ വ്യക്തമായ വീക്ഷണം തന്നെയാണ് AITUCക്കുള്ളത്. നമ്മുടെ തീരങ്ങൾ നഷ്ടപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം തീരദേശ പരിപാലന നിയമത്തിലെ വൈകല്യങ്ങളാണ്. ടൂറിസത്തിൻ്റെ പേരിൽ മാഫിയ സംഘങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മത്സ്യത്തൊഴിലാളികളെ പ്രലോഭിപ്പിച്ചുകൊണ്ട് ചില നയമാറ്റങ്ങൾ ഈ അടുത്ത കാലത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കടലോരം കയ്യേറിക്കൊണ്ട് മാഫിയകൾ കൊണ്ടുപോകുന്നു, വലിയ ഭൂസമ്പത്ത്. ശിവാനന്ദൻ, ഈ മാഫിയകൾക്കപ്പുറത്ത് സർക്കാരിന്റെ തന്നെ ഇടപെടൽ, സർക്കാർ ഒരു മാഫിയെ പോലെ തന്നെയല്ലേ പെരുമാറുന്നത്? ഈ ഒരു കാലഘട്ടത്തിൽ എന്താണ് സംഭവിച്ചത്? ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ക്രൂരമായ നിലയിൽ അവിടെ വളഞ്ഞിട്ട് ആളുകളെ ആക്രമിച്ചു. അതിന്മേൽ നിങ്ങൾ സമരത്തിലുണ്ടായിരുന്നിരിക്കാം, പക്ഷേ നിങ്ങളുടെ ആൾക്കാർക്കടക്കം പരിക്കേറ്റിട്ടും അതിന്മേൽ എന്താണ് ഒരു റിസൾട്ട് ഉണ്ടായത്? ആ സംഭവം ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആ സമരത്തിലൂടെ മുന്നോട്ട് വന്നതിൻ്റെ കാര്യം. അതുകൊണ്ട് കഴിഞ്ഞു. പിന്നീട് ആ മർദ്ദനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥർക്കും കഴിഞ്ഞില്ല. കാരണം ശക്തമായ ചെറുത്തുനിൽപ്പ് AITUC ഉൾപ്പെടെയുള്ള ഭരണപക്ഷത്തുള്ള തൊഴിലാളി സംഘടനകൾ നടത്തുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു. മാത്രമല്ല മത്സ്യമേഖലയിലെ ജനവിഭാഗങ്ങൾ ഉയർത്തുന്ന പ്രശ്നങ്ങൾ ന്യായമാണെന്ന് ഇപ്പോൾ നമ്മുടെ ടെലിഫോൺ ലൈനിൽ കൊച്ചി മുൻ മേയർ കൂടിയായിരുന്ന ടോണി ചമ്മണി ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. നമസ്കാരം ശ്രീ ടോണി ചമ്മണി, ചർച്ചയിലേക്ക് സ്വാഗതം. ഇവിടെ കഴിഞ്ഞ പ്രളയകാലത്ത് വീരപുരുഷന്മാരായി സംസ്ഥാനവും അതുപോലെ മാധ്യമങ്ങളും ഏതാണ്ട് വിശേഷിപ്പിച്ച മത്സ്യത്തൊഴിലാളികൾ വലിയ പ്രതിസന്ധിയെ നേരിടുന്നു, കടലാക്രമണത്തെ നേരിടുന്നു. ഒരു തികഞ്ഞ അവഗണനയാണ് ഇപ്പോൾ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തേ താങ്കളുടെ പ്രസ്ഥാനം ഒരു ശക്തമായ ഇടപെടൽ നടത്തുന്നില്ല? തീർച്ചയായിട്ടും അത്തരം കാര്യത്തെ സംബന്ധിച്ച് പാർട്ടി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും സമരപരിപാടികൾ ആവിഷ്കരിക്കുകയും ചെയ്യും. പക്ഷെ ഇപ്പോ സമരം ചെയ്യേണ്ട ഒരു ഘട്ടമല്ല. ഇപ്പോ അവർക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നതാണ്. ഞങ്ങൾ അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ, ആ മേഖലയിലുള്ളവർക്ക് ആവശ്യമായ എല്ലാ നിലയിലുള്ള സഹായങ്ങളും സന്നദ്ധ പ്രവർത്തനങ്ങളുമായാണ് ഇപ്പോൾ ഞങ്ങളുടെ ശ്രദ്ധ. ശ്രീ ടോണി ചമ്മണി, ഈ കാര്യങ്ങൾ ഇത്തരത്തിൽ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതിൽ താങ്കളുടെ പ്രസ്ഥാനം അടക്കമുള്ളവർ ഉത്തരവാദികളല്ലേ? ചെല്ലാനം മേഖലയുടെ പ്രദേശങ്ങളിലേക്ക് താങ്കളുടെ പ്രസ്ഥാനത്തിലെ ആളുകൾ പലർക്കും കടന്നു ചെല്ലാൻ കഴിയില്ലാത്തൊരവസ്ഥയുണ്ട്. കടൽ ഭിത്തി നിർമ്മാണം, അവിടെ ഒരിഞ്ച് പോലും നീങ്ങാത്ത അവസ്ഥയടക്കം താങ്കൾ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ കക്ഷി ഭരണം നടത്തിയപ്പോൾ ഉണ്ടായിരുന്നില്ലേ? കാര്യങ്ങളെല്ലാം പരിശോധിക്കപ്പെടട്ടെ. ഇപ്പോൾ ഇവിടെ ഗവൺമെന്റ് യഥാർത്ഥത്തിൽ അവിടെ കാണിക്കുന്ന ഒരു അനാസ്ഥയുടെ മുഖം കൂടി ഉണ്ട്. ഏതാനും
മാസങ്ങൾക്ക് മുമ്പാണ് ബഹുമാനപ്പെട്ട ഫിഷറീസ് വകുപ്പ് മന്ത്രി ചെല്ലാനം പ്രദേശത്ത് വന്ന് ജിയോ ട്യൂബ് കടൽ ഭിത്തി പ്രഖ്യാപിച്ചത്. സമയബന്ധിതമായി പൂർത്തിയാക്കിക്കൊണ്ടത്. പക്ഷേ യാതൊന്നും അത് നടന്നിട്ടില്ല. അത് നടന്നില്ല എന്ന് പോട്ടെ, ഈ വർഷകാലം ആരംഭിക്കുന്നതിന് മുമ്പായി താൽക്കാലികമായിട്ടെങ്കിലും ജിയോ ബാഗുകൾ ഉപയോഗിച്ച് താൽക്കാലിക കടൽ ഭിത്തി എങ്ങനെ നിർമ്മിക്കാൻ ഗവൺമെന്റ് യാതൊരു വിധത്തിലുള്ള താല്പര്യം കാണിച്ചില്ല. കുറ്റകരമായ അനാസ്ഥയാണ് ഗവൺമെന്റ് ഭാഗത്തുണ്ടായിട്ടുള്ളത്. ഇപ്പോൾ റവന്യൂ ഉദ്യോഗസ്ഥന്മാർ ചെയ്തു വരുന്നത് വർഷകാലം തുടങ്ങിയതിന് ശേഷമാണ്. അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. യഥാർത്ഥത്തിൽ ചെല്ലാനം പ്രദേശത്ത് ഇപ്പോ അത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള വിവിധങ്ങളായ സന്നദ്ധ പ്രവർത്തകർ അവർ തന്മനത്തോടെ വന്ന് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മാത്രമാണ് നടക്കുന്നത്. സർക്കാർ ദൃഷ്ടി പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുകയാണ്. അത് ഈ കാര്യത്തിൽ മാത്രമല്ല, നാം കണ്ട മഹാപ്രളയത്തിലും അതിനുള്ള ഓക്കി ദുരന്തത്തിലുമെല്ലാം സർക്കാർ സംവിധാനങ്ങൾ എപ്പോഴും പൂർണ്ണമായി പരാജയപ്പെടുന്ന രംഗമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശ്രീ ടോണി ചമ്മണി, ഇതിന് ഈ സംസ്ഥാന സർക്കാർ ഇപ്പോൾ കുറ്റകരമായ അനാസ്ഥ കാണിക്കുന്നുണ്ട് എന്ന് താങ്കൾ ആരോപിച്ചു. പക്ഷെ താങ്കൾ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യയുടെ ഭരണം നിർവഹിച്ച കാലഘട്ടം, അന്ന് സംസ്ഥാനവും ഭരിച്ചിരുന്നത് താങ്കൾ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ കക്ഷിയായിരുന്നു. ഒരു ഫിഷറീസ് മന്ത്രാലയം വേണമെന്ന വർഷങ്ങളായുള്ള ആവശ്യത്തിന് നേരെ എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? ആ സമയത്ത് തികഞ്ഞ അവഗണനയല്ലേ നിങ്ങളടക്കമുള്ളവർ കാട്ടിയത്? ഫിഷറീസ് മന്ത്രാലയം പ്രത്യേകമായി രൂപീകരിച്ചില്ല എന്നതുകൊണ്ട് ആ മേഖലയോട് അവഗണന കാണിച്ചു എന്ന് താങ്കൾ പറഞ്ഞാൽ എനിക്ക് അതിനോട് പൂർണ്ണമായി യോജിക്കാൻ സാധിക്കില്ല. യഥാർത്ഥത്തിൽ മത്സ്യത്തൊഴിലാളി മേഖലയോട് ഏറ്റവും അനുഭാവപൂർണ്ണമായി പ്രവർത്തനം നടത്തിയതാണ് കഴിഞ്ഞ UDF ഗവൺമെന്റ്. എന്നാൽ എല്ലാ കാര്യങ്ങളും മുഴുവനായി ചെയ്തു എന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. കടൽ നിർമ്മാണം ഇനിയും കേരളത്തിന്റെ കടൽ തീരത്ത് ധാരാളമായി പൂർത്തീകരിക്കേണ്ടതായിരുന്നു. അതിന് വിവിധങ്ങളായ സാങ്കേതികവും പ്രാദേശികവുമായ എതിർപ്പുകളും പല ഘടകങ്ങളും ഉണ്ടാകാം. എങ്കിൽ പോലും ഞാൻ പറഞ്ഞത് ഇന്നലകളിൽ എന്ത് ചെയ്തില്ല എന്നുള്ളതല്ല, ഇന്ന് അടിയന്തരമായി എന്ത് ചെയ്യാൻ സാധിക്കുമെന്നതിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. ശ്രീ ടോണി ചമ്മണി, ഒരു ഗവൺമെന്റ് പരാജയപ്പെട്ടാൽ ആ ഗവൺമെന്റിനെ കൃത്യമായ നിലയിൽ അതിന്റെ ദൗത്യബോധം എന്താണെന്ന് കൃത്യമായി കാണിച്ചു കൊടുക്കാനുള്ള ഒരു ദൗത്യം പ്രതിപക്ഷത്തിനില്ലേ? എന്തേ പ്രതിപക്ഷം ആ റോഡിലേക്ക് വരുന്നില്ല? ഇപ്പോ നിങ്ങൾക്കറിയാം, കേരളത്തിന്റെ നിയമസഭാ സമ്മേളനം നടക്കുകയാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അടക്കം UDFന്റെയും കോൺഗ്രസിന്റെയും MLA നിയമസഭയിൽ വളരെ വ്യക്തമായി ഈ വിഷയം അടിയന്തര പ്രമേയവും മറ്റ് സബ്മിഷനിലൂടെ എല്ലാം അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ലഭിക്കുന്ന ഫോറങ്ങളിലൂടെ ഗവൺമെന്റിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനും ഗവൺമെന്റ് ജയിപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ. ശ്രീ ടോണി ചമ്മണി, ഞാനൊന്ന് ഇടപെടുകയാണ്. ശ്രീ ചാൾസ് ജോർജ്, ഇവര് ഭരണപക്ഷവും പ്രതിപക്ഷവും പറയുന്ന ചില ന്യായങ്ങളുണ്ട്. അത് ചെയ്യേണ്ടത് ഭരണപക്ഷമല്ലേ, തങ്ങൾ എന്ത് ചെയ്യാനാണെന്ന് പ്രതിപക്ഷവും. ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ ഇപ്പോൾ കാലാവസ്ഥ പ്രതികൂലമാണെന്നുള്ള തൊടുന്യായങ്ങൾ ഭരണപക്ഷവും ഉന്നയിക്കുന്നു. മത്സ്യത്തൊഴിലാളിക്ക് ഏത് രക്ഷകനെയാണ് കാത്തിരിക്കേണ്ടത്? അത് നമ്മൾ കണ്ടല്ല, കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി നേരിട്ട് കണ്ടതാണ് മത്സ്യത്തൊഴിലാളിയുടെ രോഷം. അതിന് 2 ദിവസം മുമ്പാണ് ചെല്ലാനത്ത് KV തോമസ് MP ചെല്ലുന്നത്. ഈ ജനപക്ഷത്ത് നിന്നുകൊണ്ട് ഇവരിതൊക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾ പറഞ്ഞു കാറിൽ നിന്ന് ഇറങ്ങണ്ട, സാറ് തിരിച്ചു പോയിക്കോന്ന് പറഞ്ഞു. ഞാൻ കണ്ടുകൊണ്ട് നിൽക്കണതല്ല. അപ്പോൾ ഇതാണ് ഈ ജനപക്ഷത്തിൻ്റെ കാര്യങ്ങൾ. ഇവിടെയുള്ളൊരു പ്രശ്നം, ഇതൊരു വോട്ട് ബാങ്ക് എന്നതിനും അപ്പുറത്ത് കേരളത്തിലെ ഒരു ഭക്ഷ്യസുരക്ഷയും തൊഴിൽ സുരക്ഷയും ആരോഗ്യ സുരക്ഷയും സാമ്പത്തിക സുരക്ഷയും നൽകുന്ന ഒരു മേഖലയും വിഭാഗവുമാണെന്നും ഒരു ഉൽപ്പാദക വിഭാഗമാണെന്നും ഒരു ഉൽപ്പാദക ശക്തിയാണെന്നും കണ്ടുകൊണ്ടുള്ള ഒരു സമീപനം ഒരു മുന്നണിയും എടുത്തില്ല എന്ന് അങ്ങേറ്റം ഗൗരവമുള്ളൊരു കാര്യമാണ്. ഇപ്പോഴാണ് നമുക്കൊരു വീണ്ടും വിചാരം വന്നു തുടങ്ങിയത്. ഈ സമീപകാലത്താണ് കേരള ഗവൺമെൻറ് ചില നിയമനിർമ്മാണം നടത്തുന്നത്. നേരത്തെ നിങ്ങൾ ചോദിച്ചു ഈ പ്രളയവും കൊടുങ്കാറ്റും ഒക്കെ വരുന്നതിനെക്കുറിച്ച്. കേരളത്തിൻ്റെ തീരം അങ്ങേറ്റം വാൾണറബിളാണ്. ഈ നേരത്തെ കാലാവസ്ഥയുടെ കാര്യം പറഞ്ഞാൽ എല്ലായിടത്തും ഒരേപോലെ കല്ലിടുകയല്ല വേണ്ടത്. തീരത്തിൻ്റെ സവിശേഷതയെ സംബന്ധിച്ച് കേരള സർക്കാരും വിവിധ സംഘടനകളും ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്ത് എല്ലായിടത്തും കല്ലിട്ട് വിഷയം പരിഹരിക്കാൻ പറ്റില്ല. ചിലയിടത്ത് കല്ലിടേണ്ടി വരും, ചിലയിടത്ത് പുലിമുട്ട് വേണ്ടി വരും, ചിലയിടത്ത് ബയോഷീൽഡ് വേണ്ടി വരും. ഇതിൻ്റെ ഒരു മുൻഗണന നമ്മൾ ഉണ്ടാക്കുകയും ഗവേഷകരും സർക്കാരും ജനപ്രതിനിധികളും ഒന്നിച്ചിരുന്ന് ഒരു സമവായ മാധ്യമം ഉണ്ടാകട്ടെ, എന്നിട്ട് യുദ്ധകാലഘട്ടത്തിൽ നടപ്പാക്കണം. 1 ഇഞ്ച് കര നഷ്ടപ്പെടുന്നത് 1 ഇഞ്ച് അതിർത്തി നഷ്ടപ്പെടുന്നതാണ് ഗുൽസാരിലാൽ പറഞ്ഞത്. ശ്രീ ശിവാനന്ദൻ, ഇപ്പോൾ പ്രതിപക്ഷം അടക്കമുള്ളവർ പറയുന്നത് നടപ്പാക്കേണ്ടത് ഗവൺമെന്റ് അല്ലേ, അവർ നടപ്പാക്കട്ടെ എന്നാണ് പറയുന്നത്. പക്ഷേ ഒന്നും നടപ്പാകുന്നില്ല എന്ന ആരോപണം, കുറ്റകരമായ അനാസ്ഥയാണ് നടക്കുന്നതെന്ന ആരോപണവും ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷത്തു നിന്നുള്ള രാഷ്ട്രീയ സംഘടന ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നു. അത് ഉത്തരവാദിത്വം ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. തികച്ചും നിഷേധാത്മകമായ സമീപനമല്ല വേണ്ടത്, ക്രിയാത്മകമായ സമീപനമാണ് വേണ്ടത്. തീർച്ചയായും ഒരു സംസ്ഥാന സർക്കാർ
ചെയ്യേണ്ടതായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ശാസ്ത്ര സാങ്കേതിക മേഖലകളുടെ ഒരു കോർഡിനേഷൻ ഈ മേഖലയിൽ വേണം. നേരത്തെ ഇവിടെ ചാൾസ് ജോർജ് സൂചിപ്പിച്ചതുപോലെ കടൽ ഭിത്തി കെട്ടിയതുകൊണ്ട് മാത്രം പരിഹരിക്കപ്പെടാവുന്നതല്ല. എന്നാൽ കടൽ ഭിത്തി വേണ്ട സ്ഥലങ്ങളുണ്ട്, ജൈവ ബെൽറ്റ് വേണ്ടി വരുന്ന കാര്യങ്ങളുണ്ട്. ശ്രീ ശിവാനന്ദൻ, അതിലേക്ക് വരാം. ശ്രീ ടോണി ചമ്മണി, എന്താണ് ഇനിയിപ്പോൾ കടൽ തീരത്തിന് വേണ്ടത്? ഈ ഒരു എന്തെല്ലാം ആവശ്യങ്ങളാണ് പ്രതിപക്ഷം ആ കടൽ തീരത്തെ ആളുകളുടെ ശബ്ദമായി മുമ്പോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നത്? ഏത് രീതിയിലുള്ള ഒരു സമര പരിപാടിയിലേക്ക് ഇനി പ്രതിപക്ഷം മുമ്പോട്ട് പോകും? കാര്യത്തിലൊരു തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാകണം. പ്രതിപക്ഷം അടക്കമുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും യോഗം വിളിക്കണം. മത്സ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന വിവിധങ്ങളായ സംഘടനകളെ യോഗം വിളിക്കണം. അത് വിശദമായി ചർച്ച ചെയ്ത് ഈ മേഖലയിലെ വിദഗ്ധന്മാരുടെ എല്ലാ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായി പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. ഗവൺമെന്റ് കൃത്യമായി എല്ലാം അറിയാം. ഇവിടെ നടപ്പിലാക്കുന്നതിൽ ഈ ഗവൺമെന്റ് വരുത്തിയിട്ടുള്ള വീഴ്ചയാണ്. അതാണ് ഇവിടെ പരമമായ പ്രധാനം. മത്സ്യമേഖലയിൽ നടത്തേണ്ട കർമ്മപദ്ധതികൾ നമുക്ക് അറിയാൻ പാടില്ല എന്നിട്ടല്ല, ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ സമയത്ത് ചെയ്യുന്നതിൽ സർക്കാർ മിഷനറികൾ വീഴ്ച വരുന്നു. ഗവൺമെന്റ് അക്കാര്യത്തിൽ പലപ്പോഴും പരാജയപ്പെടുന്നു. യഥാർത്ഥത്തിൽ അതാണ് പ്രശ്നം. ഈ പ്രശ്നം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അടുത്ത ഒരു ഘട്ടത്തിലേക്ക് കടക്കാൻ പ്രതിപക്ഷത്തിന് ആവുന്നില്ലേ? തീർച്ചയായും അത്തരം കാര്യങ്ങളെല്ലാം ഞാൻ വ്യക്തിപരമായി ഇപ്പോൾ ഈ ചർച്ചയിൽ പറയേണ്ടതല്ല. അത് ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയുടെ മുന്നണിയുടെ നേതാക്കന്മാർ പറയും, അത്തരം ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശ്രീ ക്ലിന്റൺ, ഈ അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. ഭരണപക്ഷം ഒന്ന് പറയുന്നു, പ്രതിപക്ഷം അവരെ പഴിചാരുന്നു, മറ്റുള്ളവർ നടപ്പാക്കേണ്ട ഉദ്യോഗസ്ഥരെ പഴിചാരുന്നു. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളിക്ക് എന്താണ് പറയാനുള്ളത്? അവൻ എന്താണ് വേണ്ടത്? ഈ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ മത്സ്യത്തൊഴിലാളിയോട് കൂറുള്ളൊരു ഉദ്യോഗ വൃന്ദം അല്ലെങ്കിൽ ഒരു ഭരണകൂടം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതൃത്വം ഉണ്ടാവണം. ഇപ്പോൾ മത്സ്യത്തൊഴിലാളിയുടെ ഇടയിൽ നിന്ന് വളർന്നു വരുന്ന രാഷ്ട്രീയക്കാരായിക്കൊള്ളട്ടെ, ഉദ്യോഗസ്ഥരായിക്കൊള്ളട്ടെ, മറ്റും എന്തോ ആയിക്കൊള്ളട്ടെ, പക്ഷെ മത്സ്യത്തൊഴിലാളിയെ കണക്ക് ചിന്തിക്കാനുള്ളൊരു ചിന്താശേഷി ഉണ്ടാവണം. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, നാവിക പോലുള്ള പുത്തൻ സാങ്കേതിക വിദ്യ എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഉപകരണങ്ങൾ, അതിൽ 1 വേ കമ്മ്യൂണിക്കേഷൻ മാത്രമാണ് സാധ്യമാകുന്നത്. 2 വേ കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്നില്ല. 2 വേ കമ്മ്യൂണിക്കേഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ കടലിൽ കിടക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് കരയുമായി ബന്ധപ്പെടാനുള്ളൊരു സംവിധാനം. ആ ഒരു സംവിധാനത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണെങ്കിൽ ഇപ്പോൾ കൊടുക്കപ്പെടുന്നത് എന്താണ്? സാറ്റലൈറ്റ് ഫോണാണ്. ഈ സാറ്റലൈറ്റ് ഫോൺ എന്ന് പറയുന്നത് ഏകദേശം 1 ലക്ഷത്തോളം വില വരുന്ന ഒരു സംവിധാനം. ഈ സംവിധാനം എത്രത്തോളം, എൻ്റെ നാട്ടിൽ ഒരു മത്സ്യത്തൊഴിലാളി പോലും സാറ്റലൈറ്റ് ഫോൺ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം അവർ പറയുന്നത് അവർക്ക് തമിഴ്നാട്ടിൽ മത്സ്യത്തൊഴിലാളികൾക്ക് സർക്കാർ സംവിധാനങ്ങൾ നൽകുന്നത് പോലെ ഒരു വയർലെസ് സംവിധാനമാണ് അവർ ചോദിക്കുന്നത്. ഉദാഹരണം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഇന്ന് ഈ ഡിജിറ്റൽ യുഗത്തിൽ എത്ര തരത്തിലുള്ള വിർച്വൽ അസിസ്റ്റൻറ്റുകളുണ്ട്? ഗൂഗിൾ അസിസ്റ്റൻ്റ് ഉണ്ട്, അലക്സയുണ്ട്, സിറി ഉണ്ട്. എന്തിന്, ഞാൻ എൻ്റെ കയ്യിലിട്ടിരിക്കുന്ന MI ബാൻഡ് പോലും വളരെ ചുരുങ്ങിയ അളവിൽ ഇൻഫർമേഷൻ എനിക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ബാൻഡ്. ഇങ്ങനെയൊക്കെ ഉള്ള ഡെവലപ്മെൻറ്റ് നിറഞ്ഞ ഒരു ലോകത്ത് ഇന്നും മത്സ്യത്തൊഴിലാളികൾക്ക് കൊടുക്കുന്ന വിവരസാങ്കേതിക വിദ്യ നിറഞ്ഞ ഒരു ഉപകരണം എന്താണ് നിങ്ങൾ കൊടുക്കുന്നത്? അവൻ പറയുന്നത്, ഞാൻ ഈ നാവിക്കിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ അവനോട് പറയുന്നത്, എൻ്റെ പൊന്നു മോനെ, ഞാൻ കടലിൽ ചൂണ്ടിട്ടുകൊണ്ടിരിക്കണോ അതോ ഞാൻ സ്മാർട്ട് ഫോണിൽ ഇരുന്ന് കുത്തിക്കൊണ്ടിരിക്കണോ? നീ പറ. അവരെന്നോട് ചോദിക്കും. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് ചേട്ടാ നിങ്ങൾ നാവിക്ക് വീട്ടിൽ വയ്ക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ നാവിക്ക് സ്മാർട്ട് ഫോണോട് കണക്ട് യൂസ് ചെയ്യുന്ന വയ്ക്കുന്നു? ഞാൻ കടലിൽ ചൂണ്ടയിടണോ അതോ ഞാൻ ഈ നാവികിൻ്റെ ഭാഗമായിട്ടുള്ള ഈ സ്മാർട്ട് ഫോണും കുത്തിക്കൊണ്ട് കടലിരിക്കണോ? കടലെന്ന് പറയുന്നത് പ്രഭിഷ്ടമായ ശോഭിക്കുന്ന കടലാണ്. ആടി വിളഞ്ഞാണ് പോകുന്നത്. ഒരു ദിവസമെങ്കിലും ഏതെങ്കിലും ഒരു മലയാളി ഒരു ദിവസം കടലിൽ പോയി നോക്കണം. ശ്രീ ശിവാനന്ദൻ, ഇതാണ് പ്രശ്നം. മത്സ്യത്തൊഴിലാളിക്ക് അവന് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിക്കുന്നവരില്ല. അവൻ ചെല്ലുന്ന ഇടങ്ങളിലെല്ലാം അവന് അപരിചിതമായ സാഹചര്യങ്ങളാണ് ഉണ്ടാവുന്നത്. രാഷ്ട്രീയ നേതൃത്വം, പ്രത്യേകിച്ച് തൊഴിലാളി ഇടങ്ങളിലുള്ള നേതൃത്വങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ ഒരു കൃത്യമായ ഇടപെടൽ നടത്തേണ്ടതല്ലേ? അവർക്ക് മനസ്സിലാവുന്ന ഭാഷ സംസാരിക്കണ്ടേ? ഈ കാര്യങ്ങളിൽ LDF ഗവൺമെൻറ് ഇത്തരം സംവിധാനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സഹായം നൽകാം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് അറിയുന്ന ഭാഷയും അതിൻ്റെ രീതികളും ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലൂടെ പ്രാവർത്തികമാക്കാൻ കഴിയണം. ആ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുക തന്നെയാണ്. ഗവൺമെൻറ് ഇതിനിപ്പോൾ മുൻകൈ എടുത്തിട്ടുണ്ട്. അത് കൂടുതൽ അത് ശ്രീ ശിവാനന്ദൻ നൽകാമെന്ന് പറയുന്നതും അതുപോലെ മത്സ്യത്തൊഴിലാളിയെ വിളിച്ച് രാത്രിയിൽ ഇരുത്തി സാക്ഷരതാ ക്ലാസ് നടത്തുന്നതുമല്ലല്ലോ വേണ്ടത്. അവന് മനസ്സിലാകുന്ന, അവനെ പുതുതായി എന്ത് പഠിപ്പിക്കാനാണ്? അത് സംബന്ധമായ ഈ സാങ്കേതിക അറിവുള്ളവർ മത്സ്യത്തൊഴിലാളികളെ വിളിച്ച് അവർക്ക് ട്രെയിനിങ് കൊടുത്ത്
അവർക്ക് ഈ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ടാക്കണം. ശ്രീ ചാൾസ് ജോർജ്, ഇതാണ് ഈ രീതിയാണോ വേണ്ടത്? മത്സ്യത്തൊഴിലാളിക്ക്, തീരദേശ മേഖലയ്ക്ക് എന്താണ് ഈ ഘട്ടത്തിൽ? ഇപ്പോൾ തീരം കടലെടുക്കുന്നു, വീടുകൾ ഇല്ലാതാവുന്നു, എല്ലാം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അവൻ നിൽക്കുന്നു. എന്താണ് അടിയന്തരമായി വേണ്ടത്? ഇതിൽ ഏറ്റവും ഗൗരവമുള്ളൊരു പ്രശ്നം നമ്മൾ ചർച്ച ചെയ്തില്ല. പരിസ്ഥിതിയുടെ ആഘാതം ഏറ്റവും കൂടുതൽ കേരളീയർ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലിപ്പോൾ ചാളയില്ല. നിങ്ങളിപ്പോൾ ചാള മാർക്കറ്റിൽ പോയി 320 രൂപയ്ക്ക് കിട്ടും. ചരിത്രത്തിൽ വില ഉണ്ടായിട്ടില്ല ചാളയ്ക്ക്. 320 രൂപ കൊടുത്ത് 1 കിലോ ചാള നമ്മൾ മേടിക്കണം. 1 കിലോ അതിലേക്ക് 400 രൂപയാണ്. എന്ത് പറ്റി ചാള? കേരളീയർ ഇപ്പോൾ കഴിക്കുന്ന, കഴിഞ്ഞ 6 മാസമായി കഴിക്കുന്ന ചാളയിൽ ഒരെണ്ണം പോലും കേരളത്തിൽ പിടിച്ചിട്ടില്ല. തമിഴ്നാട്ടിലെ കടലൂർ, നാഗപട്ടണം, രാമേശ്വരത്തുള്ള ചാള, അവർ ഈ നെയ്ച്ചാള കഴിക്കില്ല, പേച്ചാള എന്നാണ് പറഞ്ഞത്. അതങ്ങനെ തന്നെ കയറ്റി ഐസ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ച് റീപാക്ക് ചെയ്ത് പുന്നപ്പുറ ചാള, മുനമ്പ മൈല എന്ന് പറഞ്ഞ് നാട്ടിൽ വെക്കുകയാണ്. ഇത് പിടിക്കാൻ പോകുന്ന സമൂഹത്തിൻ്റെ അവസ്ഥ അറിയോ? കേരളത്തിൽ 1,49,000 പേരാണ് കടലിൽ പോണവർ, ആക്റ്റീവ് ഫിഷർമെൻ. അതിൽ 1.25 ലക്ഷം പേരും ഈ മത്തി പിടിച്ച് മാത്രം ജീവിക്കുന്നവരാണ്. പഴയ ചെമ്മൻകുഞ്ഞിൻ്റെയും പള്ളിയുടെ കാലത്തുള്ള മത്സ്യബന്ധനമല്ല, അത് തിരുവനന്തപുരത്തേ ഉള്ളൂ. ഇപ്പം ഞങ്ങളുടെ അവിടെയൊക്കെ 80 ലക്ഷം രൂപ മുടക്കി മത്സ്യത്തൊഴിലാളികൾ ഭാര്യയുടെ കെട്ടുതാലി പറിച്ച് ആധാരം പണയപ്പെടുത്തി വള്ളം ഇറക്കിയാണ് ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ. അങ്ങനെ വള്ളം ഇറക്കിയാലും മീൻ കിട്ടിയാലും ഇല്ലെങ്കിലും ഒരു വർഷം 20 ലക്ഷം രൂപ പലിശ കൊടുക്കണം, ഡിപ്രീസിയേഷൻ കൊടുക്കണം. മീൻ കിട്ടിയാലും ഇല്ലെങ്കിലും. കഴിഞ്ഞ 5 വർഷമായി കേരളത്തിൽ മീനില്ല. വലിയ തകർച്ചയുണ്ടായിരിക്കുകയാണ്. മത്തി 2012 ഏതാണ്ട് 3,99,000 ടൺ മത്തി പിടിച്ചു നമ്മൾ. ഇപ്പോൾ കഴിഞ്ഞ വർഷം 77,000, അതിന് മുമ്പത്തെ വർഷം 48,000. 10-1 ഉൽപ്പാദനം കുറഞ്ഞിരിക്കുകയാണ്. ഇത് പിടിച്ച് മാത്രമാണ് സമൂഹം ജീവിക്കുന്നത്. അപ്പോൾ മത്തിയുടെ അപ്രത്യക്ഷമാകൽ ഒരു വലിയ സാമ്പത്തിക പ്രശ്നമല്ല, ഒരു സാമൂഹിക ദുരന്തത്തിലേക്ക്, ഒരു ഡിസാസ്റ്ററിലേക്ക് പോയിരിക്കുകയാണ്. എന്താണ് ചെയ്യേണ്ടത്? ലോകത്ത് സബ്സിഡി കൊടുക്കുന്ന ഇപ്പോൾ മത്സ്യമേഖല നിർത്തിക്കൊണ്ടിരിക്കുകയാണ്, അമേരിക്ക അടക്കം. പക്ഷെ അവർ പോലും ഇത്തരത്തിലൊരു മത്സ്യ വരൾച്ചയുടെ ഘട്ടത്തിൽ ഒരു മത്സ്യ വരൾച്ച പാക്കേജ് ശിവാനന്ദ പറഞ്ഞ വിശ്വാസമുണ്ട്. വെറും കഞ്ഞി വീഴ്ത്തല്ല ഞങ്ങൾക്ക് ആവശ്യം. മീൻ പിടിച്ച് കേരളത്തിൽ തീറ്റ പോട്ടുന്ന ആളുകൾക്ക് ബിഗ് സല്യൂട്ടല്ല വേണ്ടത്. അവർക്കൊരു സാമ്പത്തിക പാക്കേജ്, നമ്മൾ കുട്ടനാട് പാക്കേജ് ഉണ്ടാക്കി, ഇടുക്കി പാക്കേജ് ഉണ്ടാക്കി, വയനാട് പാക്കേജ് ഉണ്ടാക്കി. അതുപോലെ ഒരു മത്സ്യ വരൾച്ച പാക്കേജ് ഉണ്ടാക്കിയില്ലെങ്കിൽ ഒരു ആത്മഹത്യ മുനമ്പിലാണ്. ഒരു സോഷ്യൽ കാറ്റാസ്ട്രോഫിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്, ഒരു ട്രോഫി അല്ല. തീർച്ചയായും അതാണ് ഇവിടെ അത്യാവശ്യം. തീർച്ചയായും പാരിസ്ഥിതിക ആഘാതത്തിന്റെ കൂടി ഇരയായി മത്സ്യത്തൊഴിലാളികൾ മാറുന്നു എന്ന കാര്യം നമുക്ക് ചർച്ച ചെയ്യാം ഒരു ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും ചർച്ചയിലേക്ക്. മത്സ്യത്തൊഴിലാളികൾ മേഖലയിൽ ഇനി വേണ്ടത് ഒരു സമഗ്ര പാക്കേജാണ് എന്ന അഭിപ്രായമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. ശ്രീ ചാൾസ് ജോർജ്, എന്തെല്ലാമാണ് മത്സ്യത്തൊഴിലാളി മേഖലയിൽ? തിരുവനന്തപുരവും കൊച്ചിയും കോഴിക്കോടും എല്ലാം വ്യത്യസ്തമാണ് ഓരോ കടൽത്തീരത്തിൻ്റെ അവസ്ഥ. എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായും ഈ പാക്കേജിൽ ഉൾക്കൊള്ളേണ്ടതെന്നാണ് താങ്കൾ കരുതുന്നത്? ഒന്നിപ്പോൾ അവരുടെ ഉപജീവന അവകാശം നിഷേധിക്കപ്പെട്ടിരിക്കുന്ന ഈ അറിയിപ്പ് കൊണ്ട് തന്നെ. രണ്ടിപ്പോൾ 4 വർഷമായിട്ട് മീനില്ല, കടുത്ത ഡ്രോട്ടാണ്. ഡ്രോട്ട് പാക്കേജിൽ മറ്റ് സംസ്ഥാനങ്ങൾ, അമേരിക്ക മാത്രമല്ല, അവർ ഒറ്റ പൈസ സബ്സിഡി കൊടുക്കാത്തവരാണ്. അവരുടെ പുതിയ ആക്ടിൽ, സ്റ്റീവൻസൺ മാഗ്നൂസൺ ആക്ട് പ്രകാരം ഒരു ഡിസ്ട്രസ് പാക്കേജ് അവർ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു ശമ്പളം കൊടുക്കണം, അല്ലെങ്കിൽ പിഴ കൊടുക്കണം. 1. 2, മത്സ്യം കുറയുന്നതിന് പല ഘടകങ്ങളുണ്ട്. കാലാവസ്ഥ വ്യതിയാനമാണ് പ്രധാനം. ഈ വർഷം ശാന്തസമുദ്രത്തിൽ പ്രത്യക്ഷപ്പെട്ട എൽ നീനോ പ്രഭാവം മൂലം കേരളത്തിൻ്റെ തീരത്ത് മത്തി ഉണ്ടാകുമെന്ന് വീണ്ടും പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. കടുത്ത ആശങ്കയാണ്. അപ്പോൾ അവരെ ആശ്വസിപ്പിക്കണം. ഒരാഴ്ചത്തെ 5 കിലോ റേഷൻ, 1 രൂപ വിലയുള്ള റേഷൻ്റെ എല്ലാം കൊടുക്കേണ്ടത്. അവർക്ക് ഒരു കോമ്പൻസേഷൻ കൊടുക്കണം. മറ്റൊന്ന്, എത്രയധികം യാനങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത്. ആഴക്കടൽ, ഉൾക്കടൽ, തീരക്കടൽ എന്ന് 3 മേഖലയായിട്ട് തിരിക്കണം. തീരക്കടലിൽ ഉൾക്കൊള്ളാവുന്നതിൻ്റെ 10 മടങ്ങ് യാനങ്ങളുണ്ട്. ഇനി അങ്ങോട്ട് പുതിയ യാനങ്ങൾ വയ്ക്കാനായിട്ടുള്ള അനുമതി കൊടുക്കരുത്, ഒരു മൊറട്ടോറിയം പ്രഖ്യാപിക്കണം. 2, ഇപ്പോൾ ട്രോൾ ബാനുണ്ട്, അതിൻ്റെ കാലാവധി ദീർഘിപ്പിക്കണം. ട്രോൾ ബാൻ ഇപ്പോൾ 52 ആക്കിയിട്ടുണ്ട്, മറ്റ് സംസ്ഥാനങ്ങളിൽ 62ആണ്. അതിൻ്റെ കാലാവധി വർദ്ധിപ്പിക്കണം. 3, ചെറുമീനുകളെ പിടിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കരുത്. ഞാൻ മുൻകൈ എടുത്ത് കഴിഞ്ഞ 3 വർഷം മുമ്പ് കൊച്ചിയിലെയും ആലപ്പുഴയും മുഴുവൻ തൊഴിലാളികളുടെ യോഗം വിളിച്ചു. ഞങ്ങൾ ഇനിമേൽ ചെറുമീനുകളെ പിടിക്കില്ല, ജുവനൈൽസിനെ. അതിപ്പോഴും നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ കടുത്ത ദാരിദ്ര്യത്തിനിടയിലും. അപ്പോൾ അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനുണ്ട്. ഇപ്പോൾ ട്രോൾ ബാൻ മാത്രമല്ല, ഞാൻ ആവശ്യപ്പെടുന്നത് വേണ്ടി വന്നാൽ മത്സ്യപ്രജനന കാലത്ത് പരമ്പരാഗത മേഖലയിലടക്കം ഒരു ബാനോ നിയന്ത്രണമോ കൊണ്ടുവരണം. ബട്ട് അവർ മത്സ്യത്തിൻ്റെ പ്രസവ കാലമാണ്. ആ പ്രസവകാലത്ത് ഒരു പ്രസവ അവധി കൊടുക്കണം. മെറ്റേണിറ്റി ലീവ് വിത്ത് വേജസ് കൊടുക്കുകയാണെങ്കിൽ മത്സ്യത്തൊഴിലാളി സമൂഹം അതുമായി ചേരും. അപ്പോൾ അതുകൊണ്ട് സസ്റ്റൈനബിലിറ്റി ഇഷ്യൂ ഇവിടെ നിലനിൽക്കുകയാണ്. സുസ്ഥിരതയുടെ പ്രശ്നം നമ്മൾ അഡ്രസ്സ് ചെയ്തേ പറ്റൂ. അതിനാവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടാക്കണം. തൊഴിലാളികൾ ലോണുകൾ എഴുതിത്തള്ളണം. ഇപ്പോൾ 70 ലക്ഷം രൂപയുടെ ഒരു വഞ്ചിക്ക് തകർച്ച ഉണ്ടായാൽ കിട്ടാവുന്ന പരമാവധി ആനുകൂല്യം 70,000 രൂപയല്ലേ ശിവാനന്ദ? മത്സ്യത്തൊഴിലാളി കടാശ്വാസം. ഇതെന്ത് കാടാശ്വാസമുണ്ട്?
അപ്പോൾ അതുകൊണ്ട് യാഥാർത്ഥ്യ ബോധത്തോടെ ഈ പ്രശ്നങ്ങളെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം. ശ്രീ ശിവാനന്ദൻ, ഇപ്പോൾ തീരദേശ മേഖല അഭിമുഖീകരിക്കുന്ന കടുത്ത പ്രശ്നമുണ്ട്. ഈ കാലവർഷത്തിന്റെ ഈ കാലഘട്ടത്തിൽ അവരുടെ ഇപ്പോഴത്തെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാൻ സംസ്ഥാന സർക്കാർ എനിക്ക് തോന്നുന്നതേ ചർച്ചയെ വഴിതിരിച്ചു കൊണ്ടുപോവാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി വന്നു കഴിഞ്ഞാൽ മാത്രമേ പ്രശ്നം പരിഹരിക്കാൻ കഴിയുള്ളൂ. അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള മാന്ത്രിക വിദ്യകളില്ല. ശിവാനന്ദൻ, മാന്ത്രിക വിദ്യകളില്ല. പക്ഷേ ഈ കടലാക്രമണത്തിന്റെ സമയം വരെ കേരളത്തിന്റെ കഴിഞ്ഞ പ്രളയകാലത്തെ സംരക്ഷകരെ സംരക്ഷിക്കാൻ ഒരു കടൽ ഭിത്തിക്ക് പോലും നിർമ്മാണം പൂർത്തീകരിക്കാനുള്ള കാര്യങ്ങളിലേക്ക് എത്തിക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല. സർക്കാർ അവിടെയും പ്രായോഗികമായി ചിന്തിക്കണം. അതായത് എന്തുകൊണ്ടാണ് കടൽ ഭിത്തി കൂടുതൽ കെട്ടാൻ പറ്റാത്തത്? ഇതിനിടയിൽ മദ്രാസ് IIT ഒരു ഫോർമുല കൊണ്ടുവന്നു. എന്താണ്? റോപ്പിനകത്തേക്ക് ചെറിയ കല്ലുകൾ കയറ്റി ഇടുക. അത് ചിലയിടത്ത് വിജയിച്ചു, ചിലയിടത്ത് വിജയിച്ചിട്ടില്ല. പഴയകാലത്തെ കടൽ ഭിത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? വലിയ പാറകൾ കൊണ്ടുവന്ന് അടക്കം ചെയ്യലാണ്. മലയോരങ്ങളിൽ നിന്ന് പാറ കിട്ടാത്തൊരവസ്ഥയും അതിൻ്റെ പ്രശ്നങ്ങളും നിൽക്കുകയാണ്. അപ്പോൾ പുതിയ സാങ്കേതിക വിദ്യകളും പുതിയ കാര്യങ്ങൾ ആലോചിക്കണമെങ്കിൽ കേന്ദ്രാടിസ്ഥാനത്തിൽ തന്നെ അതിൻ്റെ ഒരു പാക്കേജ് വേണം. ആ പാക്കേജാണ് കേരള ഗവൺമെൻറ് കേന്ദ്രത്തിന് കൊടുത്തത്. അത് അവജ്ഞയോടുകൂടി തള്ളിക്കളഞ്ഞു. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയമപരമായ പരിരക്ഷ വേണം. ഇപ്പോൾ ഒരു മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേകമായ ഒരു വകുപ്പുണ്ടാകുമെന്ന് പറയുന്നു. ആ വകുപ്പുണ്ടായിക്കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളുണ്ട്. പാരിസ്ഥിതികമായ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് വനം പരിസ്ഥിതി വകുപ്പാണ്. ഈ തീരദേശ പരിപാലന നിയമത്തിൽ ഇപ്പോൾ മാറ്റം വരുത്തി. എന്നിട്ട് പറയുന്നത് എന്താണ്? മത്സ്യത്തൊഴിലാളികൾക്ക് വീട് പണിയാനുള്ള ദൈർഘ്യം കുറച്ചു. ഈ വേലിയേറ്റത്തിൻ്റെ 500 മീറ്ററാണല്ലോ പരിധി, അതിൽ അത് 50 മീറ്ററായിട്ട് കുറച്ചു. ഇപ്പോൾ 50 അതുപോലെ കായലോരത്ത് 20 മീറ്ററായിട്ട് കുറച്ചു. ഇതിൻ്റെ ഈ കുറയ്ക്കലിനിടയിൽ മത്സ്യത്തൊഴിലാളികൾക്ക് വീട് പണിയാൻ 50 മീറ്റർ കുറയുന്നത് മാത്രമല്ല, ഇവിടെ വലിയ DLF പോലുള്ള വലിയ കമ്പനികൾ നടപ്പാക്കിയിട്ടുള്ള അവരെയൊക്കെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് കൂടി ഉണ്ട്. ഇപ്പോൾ വരുന്ന ഒരു പ്രശ്നം, ഇപ്പോഴും അടിസ്ഥാനപരമായി അല്ലെങ്കിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പാക്കേണ്ട പദ്ധതികളെ കുറിച്ച് സർക്കാരോ പ്രതിപക്ഷമോ ആലോചിക്കുന്നില്ല. ഈ ഘട്ടത്തിൽ സ്വയം രക്ഷ തേടുക എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികൾക്ക് മുമ്പിലുള്ളത്. പശ്ചിമഘട്ടത്തിൽ ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടം സംഭവിക്കുന്നു എന്ന പേരിൽ ജനങ്ങൾ ഇറങ്ങിപ്പോകേണ്ട സാഹചര്യം ഉണ്ടാവുമോ എന്ന ഭീതിയിൽ അവർ സംഘടിച്ചു. അത്തരമൊരു സംഘടിതമായ ഒരു സമരത്തിന് ഈ തീരദേശ മേഖല തയ്യാറാകുമോ? ഇവിടെ ഞാൻ തുറന്നു പറയുകയാണെങ്കിൽ എല്ലാം സഹിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ജനവിഭാഗമാണ് മത്സ്യത്തൊഴിലാളികൾ. അവരുടെ മേൽ മെക്കിട്ട് കയറുമ്പോഴും അവരുടെ മേൽ നിയമങ്ങൾ വെച്ചുകൊണ്ട് അവരെ നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകാം, നിങ്ങൾക്ക് ഇത് തരാം അത് തരാമെന്ന് പറയുമ്പോഴും തികഞ്ഞ മനുഷ്യസ്നേഹികളായ ഒരു വർഗമാണ്. ഞാൻ പറയാം, മനുഷ്യസ്നേഹികളായ കേരളത്തിലെ ഒരേ ഒരു വർഗമുണ്ടെങ്കിൽ അത് മത്സ്യത്തൊഴിലാളികളാണ്. അത് എന്തുകൊണ്ട് പറയണമെന്ന് പറഞ്ഞാൽ, ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഓഖിയുടെ വേദന മാറുന്നതിന് മുമ്പാണ് എൻ്റെ ഗ്രാമത്തിൽ നിന്നും എൻ്റെ ദേശത്തു നിന്നും 80ഓളം മത്സ്യത്തൊഴിലാളികൾ വള്ളവും കൊണ്ട് ഒരു രായ്ക്ക് രായ്മാനം 7:45 വിളിച്ചു പറയുകയാണ് പള്ളിയിൽ മൈക്കിൽ കൂടി വികാരി അച്ഛൻ. അത് 10 വള്ളങ്ങൾ വരണമെന്ന് പറഞ്ഞെടുത്ത് 50 വള്ളങ്ങൾ പോകാൻ വേണ്ടി റെഡിയായിട്ടുന്നവരാണ് ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളികൾ. 50 വള്ളങ്ങൾ പോകാൻ റെഡിയായിട്ടുന്നെങ്കിലും ലോറികൾ വന്നതുകൊണ്ട് മാത്രം ഏകദേശം ഒരു 25ഓളം വള്ളങ്ങളാണ് ഞങ്ങൾ അവിടെ നിന്ന് പോയത്. നിങ്ങളൊന്ന് ഓർക്കേണ്ടതുണ്ട്, ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു മനുഷ്യർക്ക് വേണ്ടി കടലിൽ മാത്രം ഓടുന്ന വള്ളവും മിഷനും ഇറക്കിക്കൊണ്ട് റബ്ബർ തോട്ടങ്ങളുടെ ഇടയിൽ കൂടിയും വെള്ളം എവിടെയൊക്കെ പൊങ്ങിയിട്ടുണ്ടോ അതിൻ്റെ മണ്ടയിൽ കൂടി ഓടിപ്പോയി ഭക്ഷണവും കൊടുത്തുകൊണ്ട് കരം കൊടുത്തുകൊണ്ട് അവരെ പിടിച്ചു കൊണ്ടുവന്നവരാണ് ഈ മത്സ്യത്തൊഴിലാളികൾ. എന്നിട്ട് ഇന്ന് വലിയതുറയിലും ചെല്ലാനത്തും മത്സ്യത്തൊഴിലാളികൾ ജീവന് വേണ്ടി കഴിയുമ്പോൾ അവരുടെ കൂടെ ഈ കേരളം നിലനിൽക്കുന്നുണ്ടോ? ആര് ഇവരെ നയിക്കുന്നുണ്ട്? ഇന്ന് ഞാനിത് തുറന്നു പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം വാട്സാപ്പിൽ എനിക്കൊരു വീഡിയോ കിട്ടിയായിരുന്നു. കഴിഞ്ഞ ദിവസം ചെല്ലാനത്ത് ജിയോ ബാഗ് നിറയ്ക്കുന്നത്, അവിടെ ജിയോ ബാഗ് നിറയ്ക്കാൻ വേണ്ടി കടന്നു ചെന്ന നമ്മുടെ OCD സെമിനാരിയിലെ വൈദിക വിദ്യാർത്ഥികളെ ഞാൻ കണ്ടായിരുന്നു. വൈദിക വിദ്യാർത്ഥികളുടെ ദൃശ്യം ഞാൻ കണ്ടായിരുന്നു. അവിടെ ആരാണ് ജിയോ ബാഗ് നിറയ്ക്കുന്നത്? അതിനോടൊപ്പം തന്നെ ഈ പറയുന്ന വലിയതുറയും ചെല്ലാനത്തെയും രണ്ടായിട്ട് കാണേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ചെല്ലാനത്ത് വെള്ളം കയറുന്നുണ്ടെങ്കിൽ വലിയതുറയിൽ തീരം കവർന്നെടുത്തുകൊണ്ടുവന്നുകൊണ്ട് കടലാണ്. ഇവിടെ നമുക്ക് വേണ്ടത് മത്സ്യത്തൊഴിലാളിയോടൊപ്പം നിന്ന് ചിന്തിക്കുന്ന ഒരു ശാസ്ത്ര സമൂഹമാണ് വേണ്ടത്. വെറും ഒരു മത്സ്യത്തൊഴിലാളി എന്ന് അവനെ വിളിക്കരുത്. ഒരു കാര്യം കൂടി, വെറും അവനെ മത്സ്യത്തൊഴിലാളി എന്ന് വിളിക്കരുത്. കാരണം എനിക്കറിയാം, കേരളത്തിലെ ഏറ്റവും മികച്ച ജ്യോതിശാസ്ത്രജ്ഞൻ ആരെന്ന് ചോദിച്ച മത്സ്യത്തൊഴിലാളിയാണ്. മുളക്കാമീൻ, ആറാമീൻ, കുരിശുവള്ളി, കപ്പലവള്ളി എന്ന് പറയുന്ന നക്ഷത്രങ്ങൾ ഗണിച്ചുകൊണ്ട് കരയിൽ വരാനുള്ള ശേഷിയുള്ളവനാണ് മത്സ്യത്തൊഴിലാളി. അതിനോടൊപ്പം തന്നെ ഞാൻ പറയുകയാണെങ്കിൽ, കണിയം നോക്കി ഇപ്പോഴത്തെ GPS-നെ വരെ കവച്ചു വെക്കുന്ന കണിയം നോക്കി മീൻ പിടിക്കാൻ കഴിയുന്നതാണ് മത്സ്യത്തൊഴിലാളി. അതിനോടൊപ്പം തന്നെ കോടക്കാറ്റ്, കച്ചാങ്കാറ്റ്, വാടക്കാറ്റ് എന്ന് പറഞ്ഞ് കാറ്റിന് പോലും വെച്ചുകൊണ്ട് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന വെറും ഒരു സാധാരണക്കാരൻ,
ശാസ്ത്രജ്ഞനാണ് ശ്രീ ചാൾസ് ജോർജ്, ഈ മത്സ്യത്തൊഴിലാളി കഴിഞ്ഞ പ്രളയകാലത്തെ രക്ഷകരായി വാഴ്ത്തപ്പെട്ടു. പക്ഷേ പ്രളയം ഇറങ്ങി ആളുകളെല്ലാം അവരുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് മടങ്ങി. മലയാളി അവരെ മറന്നു കഴിഞ്ഞു. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ താങ്കൾ പറഞ്ഞു വലിയ പാക്കേജുകൾ വേണം, വലിയ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ വേണം. ഇതൊക്കെ പ്രായോഗികമാകും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അടിസ്ഥാനപരമായി ചെയ്യേണ്ട കാര്യങ്ങളിലേക്കെങ്കിലും സർക്കാർ നീങ്ങേണ്ടതല്ലേ? ഇതിനൊരു ഉത്തരവുണ്ട്, ഒറ്റ ഉത്തരവുള്ളൂ: പോരാട്ടം. ഇവിടെ ഇപ്പം ഞങ്ങൾ വ്യത്യസ്ത പ്രസ്ഥാനക്കാരാണ്. യോജിച്ച് കേരളം ഒരു ഉരുക്കുവിട്ട് പോലെ പോരാടാതെ നിവൃത്തിയില്ല. കാരണം വടക്ക് നിന്നും തെക്ക് നിന്നും കേൾക്കുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല. ഒരു ഫിഷറി മന്ത്രാലയം, നേരത്തെ നിങ്ങൾ ചോദിച്ചല്ലോ തീരം കവരുന്നതിനെക്കുറിച്ച്, തീരദേശ പരിപാലന നിയമം. എന്താണ് തീരദേശ പരിപാലന നിയമത്തിൻ്റെ പ്രത്യേകത? മത്സ്യത്തൊഴിലാളിക്ക് എവിടെ വേണം വീട് വയ്ക്കാമെന്ന് പറഞ്ഞിരിക്കും. 50 മീറ്റർ അല്ലേ ശിവാണ്? 50 മീറ്റർ അടുത്ത് വരെ കടലിൽ വീട് വയ്ക്കാം. അവിടെ കൂട്ടത്തിലൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. അവിടെ വൻകിടക്കാർക്കും ടൂറിസ്റ്റ് മാഫിയ സംഘങ്ങൾക്കും റിയൽ എസ്റ്റേറ്റുകാർക്കും ഭൂമാഫിയക്കാർക്കും ഒക്കെ ഇതുപോലെ തന്നെ വീട് വയ്ക്കാം. മത്സ്യത്തൊഴിലാളി കരം കൊടുക്കണം, അവരും കരം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അവനും അവകാശം കൊടുക്കും. ചുരുക്കത്തിൽ എന്താ സംഭവിക്കുക? കേരളത്തിൻ്റെ കടൽ തീരം ലോകത്തെ ഏറ്റവും മനോഹരമായ പ്രദേശം, ഡെസ്റ്റിനേഷനാണ്. ഇന്ത്യയിലെ വൻകിട കുത്തക കമ്പനികൾ കേരളത്തിൻ്റെ കായലോരവും കടലോരവും സിംഹഭാവവും കീഴടക്കാൻ പോവുകയാണ്. അധികം വർഷം വേണ്ട, അധികം ആഴ്ചകൾ മതി. മത്സ്യത്തൊഴിലാളികളെ ഒന്നുകിൽ കാശ് കൊടുത്ത് അവരെ വാങ്ങിച്ച് ആ സ്ഥലം കൈയടക്കി അവിടെ നിന്ന് ഓടിക്കും. അപ്പോൾ പ്രിമിറ്റീവ് അക്യൂമുലേഷൻ ഓഫ് ക്യാപിറ്റൽ, ദന്തവാടയിലും മറ്റും ആദിവാസികളും മുട്ടുകാലും അല്ലി ഒഴിച്ച് ടാറ്റയ്ക്കും വേദാന്തയ്ക്കും ഭൂമി കൊടുത്ത പോലുള്ളൊരു പരിപാടിയാണ് കേന്ദ്ര സർക്കാർ പുതിയ നിയമത്തോട് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിനെതിർത്തൊരു പാർട്ടിയാണ് CPIM. അതിൻ്റെ കേന്ദ്ര കമ്മിറ്റിയുടെ പ്രമേയമുണ്ട്. ഇത് പരിസ്ഥിതിയെ നശിപ്പിക്കും. 1, ഇത് ഭൂമാഫിയകൾക്ക് കീഴടങ്ങും. 2, ഇത് മത്സ്യത്തൊഴിലാളിയുടെ ഉപജീവനാവകാശവും വാസാവകാശവും നശിപ്പിക്കും. 3, ഇത് ഇൻവെസ്റ്റേഴ്സിന് വേണ്ടി നമ്മുടെ നിയമങ്ങളെയും കണ്ടൽക്കാടുകളെയും നശിപ്പിക്കുക. ഈ വിമർശനം CPM വെച്ചിട്ടു ഈ CPM നയിക്കുന്ന സംസ്ഥാന സർക്കാർ ഈ നിയമത്തെ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് കയ്യൊപ്പ് ചാർത്തിയ ആദ്യത്തെ സംസ്ഥാനം നമ്മുടെ സർക്കാരാണ്. ഞാൻ പറയുന്നത് മോഡിക്കും പിണറായി വിജയനും ഒരേ ജീന് കിട്ടിയ വികസന സങ്കല്പം അല്ല വേണ്ടത്. അത് വ്യത്യസ്തമായിരിക്കണം. ഈ കേന്ദ്ര നയത്തെ ചെറുക്കുന്നതിനുള്ള ഒരു ആയുധമാക്കി ഈ ഭരണത്തെ, ഈ ഗവൺമെൻറ് മാറ്റണം എന്ന അഭിപ്രായം എനിക്കുള്ളത്. ശ്രീ ശിവാനന്ദൻ, വലിയ ആരോപണങ്ങൾ തന്നെയാണ് താങ്കളുടെ മുന്നണി ഭരിക്കുന്ന സംവിധാനത്തെക്കുറിച്ച് ആരോപിച്ചിരിക്കുന്നത്. ഒരു യോജിച്ചുള്ള ഒരു പോരാട്ടത്തിന് ഇനിയുമെങ്കിലും മത്സ്യത്തൊഴിലാളികളെ, കേരളത്തിൻ്റെ രക്ഷകരായി വാഴ്ത്തപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ അവർ ഇന്ന് അനുഭവിക്കുന്ന കണ്ണുനീരിൽ നിന്ന് കൈപിടിച്ചുയർത്താനുള്ള യോജിച്ചുള്ള ഒരു പ്രവർത്തനത്തിന് സംസ്ഥാനത്തെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും അതുപോലെ പൊതുസമൂഹവും ഒന്നു ചേർന്ന് മുമ്പോട്ട് പോകുന്ന ഒരു കാഴ്ച കാണാൻ കഴിയുമോ? യോജിച്ചുള്ള പോരാട്ടം മത്സ്യത്തൊഴിലാളി മേഖലയിൽ ദീർഘകാലമായി നടക്കുന്നുണ്ട്. ആ പോരാട്ടത്തിലൂടെയാണ് മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കുന്ന ചില നിലപാടുകളെങ്കിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ കൊണ്ട് നേടിയെടുക്കാൻ കഴിഞ്ഞത്. ഏറ്റവും അവസാനമായി മീനാകുമാരി കമ്മീഷൻ റിപ്പോർട്ട്, ആ റിപ്പോർട്ട് അതിൻ്റെ ഉദ്യോഗസ്ഥരെ നിയമിച്ചത് UPA ഗവൺമെൻറ്റാണ്. പക്ഷേ കഴിഞ്ഞ മോദി സർക്കാരാണ് വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. ആ വിജ്ഞാപനത്തിനെതിരായി രാജ്യമെമ്പാടും ഉയർന്നു വന്ന ഐക്യത്തോടു കൂടിയുള്ള സമരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നിലേക്ക് വന്ന തല പിന്നോട്ട് വലിക്കാൻ കഴിഞ്ഞു. അതൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് മത്സ്യത്തൊഴിലാളി സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള കാര്യം, അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ട കാര്യം, തീരദേശം സംരക്ഷിക്കേണ്ട കാര്യം, അവരുടെ വാസവ്യവസ്ഥ പരിരക്ഷിക്കേണ്ടതായ കാര്യം, അവരുടെ തൊഴിലിൻ്റെ കാര്യം, വെള്ളം, വീട്, വൈദ്യുതി തുടങ്ങിയിട്ടുള്ള കാര്യം, പ്രാഥമിക ആവശ്യങ്ങളുടെ കാര്യം, ഇതിലെല്ലാം തന്നെ സമൂഹത്തിന് അവബോധമുണ്ടാക്കാനും സംഘടിതമായ പോരാട്ടത്തിലൂടെ സർക്കാരുകളിൽ നേടിയെടുക്കാനും കൂട്ടായ പോരാട്ടം തന്നെയാണ് വേണ്ടത് എന്നുള്ളതിനോടാണ് ഞാൻ പരിപൂർണമായിട്ട്. തീർച്ചയായും ശ്രീ ശിവാനന്ദൻ, ഞാൻ ഇടപെടുകയാണ്. നമ്മൾ ഈ ചർച്ച ഇതിൻ്റെ സമയപരിമിതി മൂലം ഇവിടെ അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഏതായാലും മത്സ്യബന്ധന മേഖല അതുപോലെ തന്നെ തീരദേശ മേഖല ഇന്ന് കടുത്ത പ്രതിസന്ധിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ രക്ഷാ സൈന്യമായി ഓടിയെത്തിയ അവരെ മറന്നുകൊണ്ട് പൊതുസമൂഹത്തിന് മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നത് ഏത് മനസാക്ഷിയുള്ള മനുഷ്യനും അറിയാവുന്ന കാര്യമാണ്. യോജിച്ചൊരു പോരാട്ടം മാത്രമേ ഈ സമയത്ത് ഈ മേഖലയിൽ നടപ്പാക്കുവാനും കഴിയുകയുള്ളൂ. ഒരു വലിയ സ്വപ്നം പോലെ ആ മേഖലയുടെ സമഗ്രമായ ഒരു പദ്ധതി രൂപപ്പെടുത്തുവാൻ സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റുകൾക്കുള്ളിൽ ഒരു സമ്മർദ്ദ ശക്തിയായി മാറാൻ കേരളത്തിൻ്റെ പൊതുസമൂഹം മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം ചേർന്ന് നിൽക്കണമെന്ന അഭ്യർത്ഥനയാണ് ഈ സമയത്ത് ഷെക്കേന ഈ ചർച്ചയിലൂടെ മുമ്പോട്ട് വെക്കുകയും ചെയ്യുന്നത്. പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഷെക്കേന ഇൻസൈറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു.